കർത്താവിന് മഹത്വം. ഈ ആരാധനയിൽ വന്ന് പങ്കെടുക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസൻ എന്നെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞെന്നാണ് എൻ്റെ ചിന്ത. അങ്ങനെയൊന്നുമില്ല. ഞാൻ സാധാരണ ഒരു പാസ്റ്ററാണ്. എല്ലാവരും പാടുന്ന പോലെ ഞാനും പാടും. പിന്നെ അത്യാവശ്യം ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ നമുക്കറിയാമല്ലോ, ചൂടുള്ളൊരു രാജ്യത്ത് നിന്ന് ഞാൻ തണുപ്പുള്ള രാജ്യത്ത് വന്നു. തുടർമാനമായ ചില സംസാരങ്ങളും പ്രസംഗങ്ങളും യാത്രകളൊക്കെ ആയതുകൊണ്ട് ഒച്ചയ്ക്ക് വെച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഒരു പാട്ട് പാടണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. സ്തോത്രം. അതുകൊണ്ട് ഒരു പാട്ടിൻ്റെ ഇരടി പാടുന്നു. നൽനീരുറവ പോൽ സമാധാനമോ, അലമാല പോൽ ദുഃഖമോ, എന്തെന്തു വന്നാലും എൻ ജീവിതത്തിൽ ചൊല്ലും ഞാൻ എല്ലാമെൻ നന്മയ്ക്കാ. നൽനീരുറവ പോൽ സമാധാനമോ, അലമാല പോൽ ദുഃഖമോ, എന്തെന്തു വന്നാലും എൻ ജീവിതത്തിൽ ചൊല്ലും ഞാൻ എല്ലാമെൻ നന്മയ്ക്കാ. പാടിയിടും സ്തോത്രം ഞാൻ, സ്തോത്രം ഞാൻ പാടിയിടും, നാഥൻ ചെയ്യുമെല്ലാം നന്മയ്ക്കാ. പാടിയിടും സ്തോത്രം ഞാൻ, സ്തോത്രം ഞാൻ പാടിയിടും, നാഥൻ ചെയ്യുമെല്ലാം നന്മയ്ക്കാ. പിശാചിൻ തന്ത്രങ്ങൾ പരീക്ഷകളും എൻ ജീവിതയാഞ്ഞടിച്ച, ചെഞ്ചോര ചൊരിഞ്ഞ എൻ ജീവനാഥൻ എൻ പക്ഷം ഉള്ളതാൽ ജയമേ. പിശാചിൻ തന്ത്രങ്ങൾ പരീക്ഷകളും എൻ ജീവിതയാഞ്ഞടിച്ചാൽ, ചെഞ്ചോര ചൊരിഞ്ഞ എൻ ജീവനാഥൻ എൻ പക്ഷം ഉള്ളതാൽ ജയമേ. പാടിയിടും സ്തോത്രം ഞാൻ, സ്തോത്രം ഞാൻ പാടിയിടും, നാഥൻ ചെയ്യുമെല്ലാം നന്മയ്ക്കാ. പാടിയിടും സ്തോത്രം ഞാൻ, സ്തോത്രം ഞാൻ പാടിയിടും, നാഥൻ ചെയ്യുമെല്ലാം നന്മയ്ക്കാ. ഇവിടെ പരിചയപ്പെടുത്തിയ പോലെ എൻ്റെ പേര് വി ഡി തോമസ് എന്നാണ്. ഞാൻ ചാച്ചിപ്പുന്ന AG സഭയിൽ ശുശ്രൂഷിക്കുന്നു. അവിടുത്തെ സഭയിലെ ഒരു അംഗമാണ് നമ്മുടെ ഷൈനി സിസ്റ്റർ. ജോൺസൺ ബ്രദറും ഒക്കെ ആയിട്ട് പന്തളത്ത് വരെ താമസിക്കുന്നില്ല, എങ്കിലും അവധിക്കൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ സഭയിൽ വരും. ഞങ്ങൾക്കൊരു സന്തോഷമാണ്. നമുക്ക് പലസ്തീൻ മകൻ ജസ്റ്റിൻ, ജോസിന് അവരെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു.
ഇന്ന് ഇവിടെ വരാനും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനും പ്രധാനമായ കാരണം വാത്സല്യ കുടുംബമാണ്. ക്രിസ്തുവിൽ അവർ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തെയും ആതിഥ്യ മര്യാദകളെയും ഒക്കെ ഓർക്കുന്നു. ദൈവം ധാരാളം നന്മകൾ ആ കുടുംബത്തിന് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ സാക്ഷ്യം ചുരുക്കം ചില മിനിറ്റ് കൊണ്ട് ഒന്നുകൂടെ പറയും. എനിക്കൊന്ന് കഴിഞ്ഞ ദിവസം പകലും രാത്രിയിലും വ്യാഴാഴ്ചയുമൊക്കെ ഞാൻ കുറേശ്ശെ എൻ്റെ സാക്ഷ്യം പറഞ്ഞു. ഇന്നും ഒന്ന് പറയണം, കാരണം കഴിഞ്ഞ യോഗങ്ങൾ വരാത്ത കുറേ ആളുകളുണ്ട്. നിങ്ങളുടെ ഉപേക്ഷ കൊണ്ടല്ല, ജോലി കൊണ്ടും മറ്റു കാരണം കൊണ്ടും ഒക്കെ വരാത്ത ആൾ, അവർക്ക് വേണ്ടിയും കൂടെ പ്രയോജനപ്പെട്ടെന്ന് കരുതി ഞാൻ എൻ്റെ സാക്ഷ്യം ഞാനൊന്ന് പറയുകയാണ്. ഞാനൊരു മർത്തോമാ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. പത്തനംതിട്ട ജില്ലയിൽ ചെങ്ങറ എന്നൊരു കൊച്ചു ഗ്രാമമുണ്ട്, ഒരല്പം ഉൾപ്രദേശമാണ്. അവിടെ ജനിച്ചു വളർത്തപ്പെട്ടു. അവിടെ ഞങ്ങൾക്ക് മർത്തോമ പള്ളി ഇല്ലായിരുന്നുകൊണ്ട് അട്ടച്ചാക്കൽ മർത്തോമ പള്ളിയിലാണ് ഞങ്ങൾ കൂടി വന്ന് ആരാധിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു 9 വയസ്സൊക്കെ ആയപ്പോഴേക്കും ഞാൻ രക്ഷിക്കപ്പെട്ടു. ഒരു മർത്തോമ കൺവെൻഷനിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടെ. എന്തിനാണെന്ന് എനിക്ക് അന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നത്തേലും മനസ്സിലായി. കൂടെ പല കുട്ടികൾ എഴുന്നേറ്റെങ്കിലും ഞാൻ കരഞ്ഞുകൊണ്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതിനുശേഷം ഞാൻ വിശുദ്ധ വേദപുസ്തകം വായിക്കുമായിരുന്നു. മക്കളെ, മോനെ ഇപ്പോൾ സ്ക്രിബിളിംഗ് ഒന്നും വേണ്ട, ലിസൺ ടു മീ, ഓക്കെ, ശ്രദ്ധിച്ചിരുന്നാൽ കേട്ടിരുന്നാൽ. അപ്പോൾ 9 വയസ്സുള്ള ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ബൈബിൾ വായിക്കണം, റെഗുലറായിട്ട് വായിക്കണം കേട്ടോ. ബൈബിൾ വായിക്കണം. ബൈബിൾ വായിച്ചു വന്നപ്പോൾ അതിനകത്ത് സ്നാനം എന്നൊക്കെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പല പ്രാവശ്യം വായിച്ചപ്പോൾ അത് കൊള്ളാം. അത് ഞാനിങ്ങനെ ചെറിയ നോട്ടൊക്കെ എഴുതി വെച്ചു. സ്നാനം ഇതെല്ലാം കുറിച്ച് വെച്ചു. അവസാനം ഞാൻ ഒരു ഞായറാഴ്ച പള്ളിയിൽ ചെന്നപ്പോൾ അന്ന് ഇവിടെ ഇരുന്ന അച്ഛൻ, അവർ 7 വർഷം വരുന്നൊരു അച്ഛനാണ്, പള്ളിയൊക്കെ പണിതൊരാളാണ്. ഫാദർ M.K. തോമസ്. അദ്ദേഹം പൂവത്തൂർ സ്വദേശിയുമാണ്. ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ഒരു കുഞ്ഞ് സംശയം ചോദിച്ചു കേട്ടോ. അച്ഛാ, ഈ സ്നാനം എന്നൊക്കെ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എന്താ കാര്യമെന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്നോട് ആദ്യമേ ചോദിച്ചത്, നിങ്ങളുടെ വീട്ടിൽ പെന്തിക്കോസുകാരെ വല്ലതും വന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വന്നിട്ടില്ല. പിന്നെ നിനക്കിവിടെ കിട്ടി ഇത് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, വേദപുസ്തകം വായിച്ചപ്പം കിട്ടിയതാ. അപ്പം അങ്ങനെയാണെങ്കിൽ 2-3 വാക്യം എന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ. ഞാൻ 2-3 വാക്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം എന്നെ അദ്ദേഹം ഒരല്പം മാറ്റി അവിടെ ഒരു മുറിയുണ്ടല്ലോ, ആ മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയിട്ട് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ കാര്യം സത്യമാണ്, പക്ഷെ നമ്മുടെ സഭയിൽ അത് കിട്ടത്തില്ല. മോനൊരു പെന്തിക്കോസ് പള്ളിയിൽ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ചെങ്ങറയിലൊരു പെന്തിക്കോസ് പള്ളിയിൽ പോകുന്നത്. പിന്നത്തേതിൽ ഒരവസരം ഞാൻ പുള്ളിയെ കണ്ടു, ആ ദേവദാസനെ, ആ പ്രിയപ്പെട്ടവരെ കണ്ട്, കർത്താവിദാസനെ കണ്ടു കേട്ടോ, അച്ഛനെ കണ്ട് ഞാൻ. അത് സന്ദർഭവശാൽ കണ്ടതാണ്. അറിഞ്ഞൊരു കാര്യം, അദ്ദേഹം സ്നാനപ്പെട്ടൊരച്ഛനായിരുന്നു. സ്നാനപ്പെട്ട അച്ഛന്മാർ പലരുണ്ട്, ചിലർ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതൊരു കാര്യം. അങ്ങനെ നിൽക്കണം, ഞാൻ അവിടേക്ക് ഒത്തിരി പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞ് ഞാനങ്ങനെ IPC സഭയിൽ, അവിടെ ചെങ്ങര IPCയിൽ കടന്നുപോയി, ആരാധനയ്ക്ക് പോയി. ഞാൻ ചെന്ന ആഴ്ചയിലെ എൻ്റെ സാക്ഷ്യം ഇതായിരുന്നു, എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ ആ സഭക്കാർ പറഞ്ഞു, മകളെ അങ്ങനെ സ്നാനപ്പെടുത്തത്തില്ല, കാരണം സ്നാനപ്പെടുത്തിയാൽ പല പ്രശ്നങ്ങളുണ്ടെന്ന്, നീ തീരെ കുഞ്ഞാണ്, ചെറിയ പരുവത്തിലാണ്. 2, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് വന്ന് നിന്നെ പിടിച്ച് സ്നാനപ്പെടുത്തിയാൽ നമ്മുടെ സഭയുടെ ഇവിടുത്തെ നിലനിൽപ്പ് ചിലപ്പം ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് മോൻ ഇപ്പോൾ സ്നാനപ്പെടേണ്ട. അങ്ങനെ ഞാൻ 6 മാസം അവിടെ സൺഡേ സ്കൂൾ പഠിച്ചു. അതിനുശേഷം ആ സഭയിൽ നടന്ന 13 പേർ സ്നാനത്തിനായി ഒരുങ്ങിയ സ്നാനത്തിന് ഞാനും പ്രാർത്ഥിച്ചൊരുങ്ങി ഉപവസിച്ച്. മക്കളെ, 10 വയസ്സുള്ളപ്പോൾ 3 ദിവസം ഞാൻ ഉപവസിച്ചു കേട്ടോ. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ചെന്ന് ഇരിക്കുകയാണ്. അപ്പോൾ സഭയുടെ തീരുമാനം എന്നെ സ്നാനപ്പെടുത്തേണ്ടെന്നാണ്, കാരണം സ്നാനപ്പെടുത്തിയ വിഷയമാകും. പക്ഷെ അന്ന് സ്നാനപ്പെടുത്താൻ വന്ന ദൈവദാസന് അവിടെ ലോക്കൽ പാസ്റ്ററോട് ചോദിച്ചു, എത്ര പേരോട് സ്നാനപ്പെടാൻ? ഈ ഇരിക്കുന്ന 13 പേരാണ്. അപ്പോൾ ഇത് തീരെ കുട്ടികളാരുമില്ലല്ലോ. അന്ന് എൻ്റെ കൂടെ സ്നാനപ്പെട്ട ആളാണ് പാസ്റ്റർ C.T. എബ്രഹാം. അത് ഇവിടെയുണ്ട്, ഈ രാജ്യത്ത് ഇവിടെയുണ്ട്. ഞാൻ വന്നിട്ട് വിളിച്ചൊന്നുമില്ല, ശ്രദ്ധിക്കണേ. അപ്പോൾ അദ്ദേഹം നടക്കുന്ന ആളുകളായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം കൊച്ചു പിള്ളേരായതുകൊണ്ട് ഉടനെ പറഞ്ഞു, മർത്തോമായി എന്നൊരു കൊച്ചൻ വന്നിട്ടുണ്ട്, അവനെ സ്നാനപ്പെടുത്തുന്നില്ല, കാരണം വിഷയമാകുമെന്ന്. ആരാന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നെ ചൂണ്ടിക്കാട്ടി. അപ്പോൾ ദൈവദാസൻ എന്നെ മുന്നോട്ട് വിളിഞ്ഞ് വാന്ന് പറഞ്ഞു. ഞാൻ മുന്നോട്ട് ചെന്നു. മോൻ സ്നാനപ്പെടാൻ റെഡിയാണോ? ഞാൻ സ്നാനപ്പെടാൻ വന്നതാ. സ്പെയർ ഡ്രസ്സൊക്കെ ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഇന്ന് നിന്നെ ഞാൻ സ്നാനപ്പെടുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു വെളിപ്പാട് കണ്ടിട്ടായിരുന്നു വന്നത്. എന്തായിരുന്നു വെളിപ്പാട്? ഈ കൂട്ടത്തിൽ ചെറിയൊരു ബാലകനുണ്ടായിരിക്കും, അവൻ കർത്താവിൻ്റെ വയലിൽ നിൽക്കുന്നവനാണെന്ന് ഒരു വെളിപ്പാട് കണ്ടിട്ടാണ് അദ്ദേഹം എന്നെ സ്നാനപ്പെടുത്തിയത്. അങ്ങനെ ഞാൻ 13 പേർക്കും മുമ്പേ ഒന്നാമനായി ഇറങ്ങി സ്നാനപ്പെട്ടു. വീട്ടിൽ ഒറ്റയ്ക്ക് നിന്നു. 5 വർഷക്കാലം ഒറ്റയ്ക്കായിരുന്നു ഞാൻ. വിശ്വാസത്തിൽ സഭയിൽ പോകും, ആരാധിക്കും, കാര്യങ്ങൾ ചെയ്യും. എല്ലാ കാര്യം ചെയ്താലും എൻ്റെ അപ്പനും അമ്മയും വിശ്വാസത്തിലേക്ക് വരില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പാസ്റ്റർമാർ വരും, കാര്യങ്ങൾ പറയും. അപ്പോൾ എൻ്റെ അപ്പൻ പറയുന്ന ഒരു ചോദ്യമുണ്ട്, പാസ്റ്റർ ഞാൻ പെന്തിക്കോസിലേക്ക് വരണോ? വരാം. പക്ഷേ പാസ്റ്റർ പുറത്തിറങ്ങിയിട്ട് അവിടെ ഒരു പെന്തിക്കോസ് കുടുംബമുണ്ട്, ഇപ്പുറത്തും ഒരു പെന്തിക്കോസ് കുടുംബമുണ്ട്, 2 പേരെക്കുറിച്ചും പാസ്റ്റർ തിരക്കണം.
തിരക്കിട്ട് എന്നെക്കുറിച്ചും തിരക്കണം. എൻ്റെ ഫാദർ ബീഡി വലിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, വെള്ളമടിക്കില്ല, ഒരു ശല്യത്തിനും പോകത്തില്ല, വളരെ മര്യാദപ്പാവിയായിട്ട് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ എൻ്റെ അപ്പനുള്ള അത്രയും പേര് അവർക്കില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ പെന്തിക്കോസിൽ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമായിരുന്നു എൻ്റെ പിതാവിനുണ്ടായിരുന്നത്. പക്ഷേ ദൈവം സന്ദർശിച്ചൊരു ദിവസം, ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ദീർഘമാക്കും, സന്ദർശിച്ചൊരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചൊരു ദൈവദാസൻ തൊണ്ടയിടറി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഫാദർ കണ്ണ് തുറന്നു നോക്കി. എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകി ഇറങ്ങുക. എന്നോട് ചോദിച്ചു, എന്തിനാ നിൻ്റെ പാസ്റ്റർ നമ്മുടെ വീട്ടിൽ കരഞ്ഞു പ്രാർത്ഥിച്ചത്? ഞാൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ഉത്തരം കേട്ടിട്ട് അത് സങ്കടമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അച്ഛൻ രക്ഷിക്കപ്പെടാനായിരിക്കും. 2 ആഴ്ചയ്ക്ക് ശേഷം ആരും വിളിക്കാതെ എൻ്റെ അപ്പനൊരു യോഗത്തിന് വന്നു കേട്ടോ. അവിടെ വെച്ച് പ്രസംഗം മാത്രമായിരുന്നില്ല, പ്രവചനത്തിലൂടെയും എൻ്റെ പിതാവിനോട് സംസാരിച്ച വചനം കേട്ട് കണ്ണുനീരോടെ അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, മരിക്കുന്നതുവരെ വിശ്വാസത്തിൽ കൃപയോടെ നിന്ന് കേട്ടോ. അതെനിക്ക് ധൈര്യമായി പറയാൻ സാധിക്കും. നിശ്ചയമായും പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം അട്ടച്ചാക്കൽ സെൻറ്റ് ജോർജ് ഹൈസ്കൂളിലും കോളേജ് വിദ്യാഭ്യാസം പത്തനംതിട്ട കാതലിക്കറ്റ് കോളേജിലും പൂർത്തീകരിച്ച അനന്തരമാണ് ഞാൻ മണക്കാലയിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കാൻ കടന്നു പോകുന്നത്. അങ്ങനെ ചില വർഷങ്ങൾ അവിടെ പഠിച്ചു. പിന്നെ കർത്താവിൻ്റെ വേലയിൽ ഇത് 38ാമത്തെ വർഷമാണ്. അറിയാവുന്ന 2 പാട്ടൊക്കെ പാടും, ഒരു കൊച്ചു പ്രസംഗം ചെയ്യും. ഞാനൊരു വലിയ ആളോ ഒന്നുമല്ല, ദൈവം തരുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. ഞാൻ ഇന്നിവിടെ വന്നിരുന്നപ്പം എൻ്റെ മനസ്സിലൊരു ചിന്ത വന്ന് ഞാൻ പറയാം. ഞാനിവിടെ വന്നതിന് ശേഷം ഇത്രയും ആളുകൾ ഒരു യോഗം ഇപ്പോഴാണ് കാണുന്നത്. എൻ്റെ മനസ്സിൽ ഒരു പേടി വന്നു. സത്യം പറയാം, എന്താണെന്നറിയാമോ പേടി? ദൈവമേ, ഇത് തികയുമോ? ഏത് ഇന്ന് ഞാൻ കൊണ്ടുവന്ന വചനം തികയുമോ എന്നൊരു വചനം. ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് കയ്യിലുള്ള കാശ് കൊടുത്ത് കുറച്ച് വാങ്ങിക്കാം. അപ്പോൾ പറഞ്ഞു, അങ്ങനെ വാങ്ങിച്ചാലും തികയില്ല. ഇതൊരു കൊച്ചന് ശരിയാകുന്ന 5 അപ്പവും എത്ര മീനു മോനെ ഹലോ ബ്രദർ, ലിസൺ ടു മീ. 5 loaves of bread and how many fishes? Pardon? A big fish. Oh, very good. 2 മീൻ. ഞാൻ ചുമ്മാ പറഞ്ഞല്ലോ കേട്ടോ, പുള്ളി 2 പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഈ പയ്യന് അവന് കഴിക്കാൻ വേണ്ടി കൊടുത്തു വിട്ടതാ. ഈ 5000 പേർക്ക് ഇത് തികയുമോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായി. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരെയും കണ്ടത്. എൻ്റെ മനസ്സിൽ സംശയം ബലപ്പെട്ടു കേട്ടോ, ഇത് തികയുമോ. പക്ഷേ കർത്താവിനടുത്ത് വാഴ്ത്തി നുറുക്കിയാൽ എല്ലാവർക്കും മതിയാകുമെണ്ണം കിട്ടും, അധികവും വരും, എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ഈ 38 വർഷം കൊണ്ടൊരു 6-7 സഭയിലാണ് ശുശ്രൂഷിച്ചിട്ടുള്ളത്. സ്വദേശത്തും വിദേശത്തും പാടാനും പ്രസംഗിക്കാനും പിന്നെ ശുശ്രൂഷിക്കാനും ഒക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും കഥകൾ പറയാൻ ഇപ്പം നേരമില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ ബാറ്ററി ഇച്ചിരി പുതിയത് ബാറ്ററിയാണെന്ന് തോന്നുന്നു. വേഗത്തിൽ ഈ ക്ലോക്ക് ഓടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വേഗത്തിൽ എൻ്റെ കാര്യങ്ങൾ പറയാം. എനിക്ക് എൻ്റെ കുടുംബം വൈഫിനോട് കൂടെ വന്നിട്ടുണ്ട്. മേരി ജോൺ, പ്രിയപ്പെട്ടവളും കർത്താവിൻ്റെ വചനം പഠിച്ച് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയിലുമായിരുന്നു. ഞാനും കുറേ നാൾ അങ്ങനെയായിരുന്നു. അതിനുശേഷം കർത്താവിനെ കൃത്യമായി സഭാ ശുശ്രൂഷയിലേക്ക് വിളിച്ചു വന്ന് ബോധ്യമുള്ളപ്പോഴാണ് ഞാൻ അതിനുവേണ്ടി ഇറങ്ങിയത്. അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ ഞാനായിരിക്കും. എനിക്ക് മക്കൾ 3 പേരുണ്ട്. മൂത്ത മകനും കുടുംബവും അബുദാബിയിൽ ചെറിയൊരു ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. 2ാമത്തെ മകളും കുടുംബവും ഇവിടെയുണ്ട്. അവർ നോർത്ത് ഇന്ത്യൻ ലിങ്കൻഷെയറിൽ സ്കന്തോപ്പ് എന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ആ മകളും കുടുംബവും ആണ് ഞങ്ങളെ ഇവിടേക്ക് കൊണ്ടുവരാൻ വഴിയായത്. അതിനിളയ മകളും ഈ നാട്ടിലുണ്ട്. അവൾ ഇവിടെ വന്ന് പഠനം കഴിഞ്ഞ് ജോലി ചെയ്യുന്നു. അങ്ങനെയാണ് അത്യാവശ്യം ഞങ്ങളുടെ ബയോഡാറ്റ, ഞങ്ങളുടെ ഫാമിലി ചരിത്രം അതാണ്. അങ്ങനെ പറഞ്ഞ് ഞാനങ്ങ് നിർത്തുകയാണ്. എങ്കിലും ഒരു കാര്യം പറയണം കേട്ടോ, ഞാൻ പറഞ്ഞതിൽ എന്നെ സ്നാനത്തിന് വേണ്ടി പറഞ്ഞു വിട്ട അച്ഛനെ പിന്നെ ഞാനൊരിക്കൽ കണ്ടു. നമ്മുടെ കേരളത്തിലൊക്കെ സാധാരണ ഈ ഹർത്താലൊക്കെ നടക്കുന്നൊരു സമയത്ത് ഞാനിങ്ങനെ ചിറ്റാറിൽ നിന്ന് എൻ്റെ വാഹനം ഓടിച്ച് ഇങ്ങനെ വടശ്ശേരിക്കരയിൽ കന്നാമ്പാലം സ്ഥലമുണ്ട്. വടശ്ശേരിക്കര അറിയാമെന്ന് നിനക്കറിയാം, റാന്നിക്ക് തിരിയുന്ന വഴിയാണ്. അവിടെ ഒരു അച്ഛൻ നിൽക്കുന്നു. അന്ന് ഹർത്താലായി, ബസ്സുകളില്ല, വാഹനത്തിന് യാതൊരു സൗകര്യമില്ല. ഞാൻ എൻ്റെ വണ്ടി അങ്ങോട്ട് നിർത്തിയിട്ട് അച്ഛാ കയറിക്കാട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഫ്രണ്ടിൽ കയറി, ഞാൻ ഒറ്റയ്ക്കുള്ള ഫ്രണ്ടിൽ കയറി. അപ്പോൾ ഞങ്ങൾ പരിചയപ്പെട്ടു. കണ്ടല്ലേ, മർദ്ദമാമേലെ അച്ഛന്മാരെ കണ്ടാൽ അറിയാമല്ലോ, പ്രായമുള്ള മനുഷ്യൻ. ഞങ്ങൾ പരിചയപ്പെട്ടു. അപ്പോൾ എവിടെയൊക്കെയാണ് ഇരുന്നതെന്ന് കാര്യങ്ങൾക്ക് ചോദിച്ചപ്പോൾ അട്ടച്ചാക്കിൽ ഇരുന്നതാ. എന്താ പേര്? അത് MK തോമസ്. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കാരണം എന്നെ സ്നാനത്തിനുമായി പറഞ്ഞു വിട്ട അച്ഛനായിരുന്നു കേട്ടോ. ഞങ്ങൾ റാന്നി വരെ ഹൃദയപൂർവ്വം സംസാരിച്ചു.
ഹൃദയപൂർവ്വം സംസാരിച്ചു. അദ്ദേഹം ഏതാണ്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞൊക്കെ ഇരിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടെ കാണാൻ ദൈവം അവസരം നൽകി. നിശ്ചയമായും ദൈവഹിതമാണെങ്കിൽ, ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരിക്കലും തെറ്റിപ്പോകില്ല. ആ പദ്ധതികളെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. പിന്നീട് ഞങ്ങൾ ചെങ്ങറയിൽ നിന്ന് ഒരല്പം വസ്തു വാങ്ങിച്ച് എൻ്റെ ഒരു ആഗ്രഹം കുമ്പനാട്ട് താമസിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്താ കാരണം എന്നറിയാമോ? മദ്യശാലകളില്ലാത്ത, സിനിമാ കോട്ടകളില്ലാത്ത, പെന്തക്കോസ്തുകാർ മാത്രമുള്ള ആ നല്ല സ്ഥലത്ത് വന്ന് പുല്ലാട്ടൊരു 10 സെൻറ്റ് ഭൂമി വെച്ചൊരു വീട് വെച്ച് അവിടെ താമസിക്കുകയാണ്. അങ്ങനെയാണ് എൻ്റെ ഒരു സംക്ഷിപ്ത ചരിത്രം. ഞാനിനി വേദപുസ്തകത്തിലേക്ക് വരേണ്ട കാര്യങ്ങളുമുണ്ടല്ലോ. നമുക്ക് എൻ്റെ ഈ വരവിനെക്കുറിച്ച് ഒരു വാക്യം ദൈവം എനിക്ക് തന്നത് ആദ്യം ഒന്ന് വായിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ സെക്കര്യാ പ്രവചനം അതിൻ്റെ 10-ാമത്തെ അധ്യായം, അതിൻ്റെ പ്രസംഗ വിഷയമല്ല ഞാൻ, പക്ഷേ അതൊന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് 10-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഞാൻ തന്നെ വായിക്കാം. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ വിതറും, ദൂരദേശങ്ങളിൽ വച്ച് അവർ എന്നെ ഓർക്കും, അവർ മക്കളോടുകൂടെ ജീവിച്ച് മടങ്ങി വരും. ഇത് ഒരു കോണ്ടക്സ്റ്റിൽ നിന്ന് അല്പം മാറ്റി ഞാൻ പറയുക. ഈ വാക്യം ഒരു 3 മാസം മുമ്പ് എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ് പോകുന്നത്: ഞാൻ അവരെ വാരി വിതറുമെന്ന ജാതികളുടെ. അങ്ങനെ വിതറിയ കൂട്ടത്തിൽ വന്നവരായി ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും എൻ്റെ കുഞ്ഞുങ്ങളെയും ദൈവം എടുത്ത് ഈ നാട്ടിൽ വിതറി. അവർ മക്കളോടുകൂടെ ജീവിച്ച് മടങ്ങി. കർത്താവിൻ്റെ ദാസൻ, ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, പാസ്റ്റർ എങ്ങനെ ഇവിടെ വന്നേ? എൻ്റെ മകൾ ഇവിടെ ഉണ്ട് പാസ്റ്റർ. ഇതൊരു വാഗ്ദത്തത്തിൻ്റെ നിവൃത്തിയായിരുന്നു. അല്പം കോണ്ടക്സ്റ്റ് മാറിയാൽ ഞാൻ പറയുന്നത് എനിക്കറിയാം, പക്ഷെ പറയാൻ കേട്ടോ, നിങ്ങളെ ദൈവം ഈ ദേശത്ത് വിതറിയതാ. കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, ഇവിടെ വിതച്ചെങ്കിൽ, ഇവിടെ വിതറിയെങ്കിൽ ഇവിടെ വളരണം, ഇവിടെ ഫലം കായ്ക്കണം, അനുഗ്രഹം ഉണ്ടാകണം. ഷൈനി സിസ്റ്ററുടെ ഭവനത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ പ്രായമുള്ള മാതാവും പിതാവുമൊക്കെ വർഷങ്ങൾക്ക് പിറകിൽ ഈ രാജ്യത്ത് വന്ന് സുഭിക്ഷതയുടെ, സന്തോഷങ്ങളുടെ ഈ നാട്ടിൽ പാർത്ത് സന്തോഷത്തോടെ തിരികെ പോയിട്ടുണ്ട്. അതുപോലെ എത്ര ആളുകൾ മാതാപിതാക്കന്മാരെ ഇവിടെ കൊണ്ടുവരുമ്പം മക്കളുടെ മനസ്സ് സന്തോഷിക്കും. കാരണം എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച എൻ്റെ അപ്പനാ, എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച എൻ്റെ അമ്മയാ, എനിക്ക് ചോറ് വാരിത്തന്ന, എനിക്ക് ചോറ് നൽകിയ എൻ്റെ മാതാപിതാക്കളാ. അവരെ ഇവിടെ വരെ ഒന്ന് കൊണ്ടുവന്ന് മക്കളോടുകൂടെ ഒന്ന് പാർത്ത് സന്തോഷം അനുഭവിച്ച് മടങ്ങിപ്പോകുന്നത് ഒരു അനുഗ്രഹമാണെന്ന് ഈ ഒരു വാക്യം എനിക്ക് കിട്ടി കേട്ടോ. ഞാൻ ആ വാക്യത്തെ കൈവച്ച് സ്തോത്രം, കർത്താവേ അങ്ങനെയും ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ അതും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. വാഗ്ദാനം അനുസരിച്ച് ഇവിടെ വന്നു കേട്ടോ. അതിനായി സ്തോത്രം. ഞാൻ ആ വാക്യം എടുത്തൊന്ന് വായിച്ചെന്നേ ഉള്ളൂ. എൻ്റെ ഇന്നത്തെ വചന സംസാരത്തിലേക്ക് നമുക്ക് പതിയെ നീങ്ങാം. നമുക്ക് വചനം ധ്യാനിക്കേണ്ടതിനായി ഹഗ്ഗായിയുടെ പ്രവചനം 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. മക്കളെ എല്ലാവരും ബൈബിൾ എടുക്കണം. ബൈബിൾ എടുത്തിട്ട് ബുക്ക് ഓഫ് ഹഗ്ഗായി ചാപ്റ്റർ 2 വേഴ്സ് 23, 2:23 ഒരാളൊന്ന് വായിക്കാമോ? അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദാസനായ ശെയല്തീയേലിന്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മതി. ഇത് ഹഗ്ഗായി പ്രവചനത്തിൽ സെരുബ്ബാബേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു പ്രവചനമാണ്. ആ പ്രവചനം ആ ബുക്കിൽ സംഭവിച്ചില്ല. നടന്നത് സെക്കര്യാവിൻ്റെ പ്രവചനത്തിലെ കാര്യം നടക്കുന്നത്. പക്ഷെ പ്രവചനം നേരത്തെ ഉണ്ടായി. പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യമായ പ്രവചനങ്ങളിൽ അതൊരു ബിസിനസ്സായി എടുക്കുകയോ തൊഴിലായി സ്വീകരിക്കുകയോ ചെയ്തവരുടെ കാര്യമല്ല, മറിച്ച് കൃത്യമായ സത്യമായ പ്രവചനങ്ങളുണ്ട്. അത് ദൈവം പറയുകയും ഒപ്പം നടത്തുകയും ചെയ്യുന്ന ദൈവമാണ്. സെരുബ്ബാബേൽ എന്ന യഹൂദ ദേശത്തെ ഒരു ഭരണാധികാരിയായ മനുഷ്യൻ, അയാളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പ്രവചനമുണ്ടായി. ഞാൻ നിന്നെ എടുക്കും, ഞാൻ നിന്നെ മോതിരമാക്കും. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ നിന്നെ എടുക്കും, ഐ വിൽ ടേക്ക് യു അപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് പറയുകയാണ്, ഞാൻ നിന്നെ ഒരു
മോതിരമാക്കും. ഈ 2 വാക്കുകൾ വേഗത്തിൽ നിന്ന് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് പോകണം. ഞാൻ നിന്നെ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ വാക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ച് സ്തോത്രം ചെയ്യുകയായിരുന്നു. എന്തായിരുന്നു ആ വാക്കിൻ്റെ അർത്ഥം? ഐ വിൽ ടേക്ക് യു അപ്പ് ഓർ ഐ വിൽ പിക്ക് യു അപ്പ്. ഞാൻ നിന്നെ എടുക്കും. ദൈവാത്മാവിനോട് പറഞ്ഞൊരു അർത്ഥം ഞാനിവിടെ അങ്ങ് പറയുക കേട്ടോ. ഈ സഭയ്ക്കുള്ളത് എനിക്കിവിടെ അറിയാവുന്നത് പാസ്റ്റർ ഒന്ന് പരിചയപ്പെട്ടു, പിന്നെ എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ആ വാത്സല്യ കുടുംബത്തെയൊക്കെ എനിക്കറിയത്തില്ല, ബാക്കി ആരെയും എനിക്കറിയത്തില്ല. എങ്കിലും ഞാനൊന്ന് പറയാം. ഞാൻ നിന്നെ എടുക്കും. എവിടെ നിന്ന് എടുക്കും? ചില കൂട്ടുകെട്ടുകളിൽ നിന്നും നിന്നെ ഞാൻ എടുക്കും. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ദൂത് ഞാൻ ഈ സഭയിൽ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ ചില കൂട്ടുകെട്ടുകളിൽ നിന്ന് എടുക്കപ്പെടണം. ഇരിക്കുന്ന ചില നിരകളിൽ നിന്ന് മാറ്റിയിരിക്കപ്പെടണം. ദൈവാത്മാവ് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. എനിക്കിവിടെ ആരിരിക്കുന്നു അറിയത്തില്ല, നിങ്ങളെല്ലാവരും മലയാളികളാണെന്നറിയാം, അല്ല എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ദൈവാത്മാവ് ഇവിടെ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുക, ചില നിരകളിൽ നിന്ന് നിങ്ങൾ എടുക്കപ്പെട്ടാൽ, ചില രീതികളിൽ നിന്ന് നിങ്ങൾ എടുക്കപ്പെട്ടാൽ നിങ്ങളുടെ സ്ഥിതി മാറും. നിങ്ങളുടെ സ്ഥിതി മാറും. നിങ്ങളൊരു മുദ്രമോതിരമാകും. എന്താ ഈ മുദ്രമോതിരത്തിൻ്റെ ഉപയോഗം എന്നറിയാമോ? രാജാവ് ഒരു കൽപ്പന എഴുതി, ഒരു വേർഡിക്റ്റ് എഴുതി, ഒരു പ്രത്യേക സംഭവം എഴുതി, അതെല്ലാം ഉറപ്പാക്കപ്പെടണമെങ്കിൽ രാജാവ് തൻ്റെ മുദ്രമോതിരം ഒരു മഷിയിൽ മുക്കി ഈ പേപ്പറിൽ പതിച്ചെങ്കിലേ അത് നടപ്പാവുകയുള്ളൂ. നമ്മളൊക്കെ ചില കാര്യങ്ങൾ നടപ്പാകാനായിട്ട് പ്രാർത്ഥിക്കും, കാര്യങ്ങൾ അന്വേഷിക്കും, ചില കാര്യങ്ങൾ ക്രമീകരിക്കും, ചില പദ്ധതികൾ ആവിഷ്കരിക്കും. മാനുഷികമായി നമുക്ക് ചെയ്യാനുള്ള ചില ജോലികളൊക്കെ നമുക്ക് ചെയ്യും കേട്ടോ. പക്ഷേ ചില വിഷയങ്ങളിൽ ക്രമീകരണം പ്രാപിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ മടങ്ങി വന്നാൽ നീ പറയുന്ന വിഷയം നടക്കും. സഭയ്ക്കകത്തല്ല, ഒരു കാര്യം പറഞ്ഞല്ലോ, ഒരു രോഗം ഒരാൾക്കുണ്ടെന്ന് കേട്ടു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ വിഷയം നടക്കും. അസാധ്യതയുള്ളൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ ആ വിഷയം നടക്കും. മുദ്രമോതിരം പോലെ ഉപയോഗിക്കപ്പെടേണ്ട പല ആളുകളും ഇതിനകത്തിരിപ്പുണ്ട്. പക്ഷെ നിങ്ങൾ പലതിൻ്റെയും കൂടെ ഇരുന്നു പോകുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല എന്ന കാര്യം ഇന്നു പകൽ ഈ സഭ അറിയണം, ഈ കോൺഗ്രിഗേഷൻ അറിയണം. ഉറപ്പായും നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ചൂസ് ചെയ്യപ്പെട്ടവരായി, എടുക്കപ്പെട്ടവരായി, തിരഞ്ഞെടുക്കപ്പെട്ടവരായി. ഞാൻ പറയും, ഇരിക്കുന്ന ആ വരി ആ ഒരു റോ ഉണ്ടല്ലോ, ഒരുപക്ഷെ അവിടെ നിന്ന് മുമ്പോട്ട് കയറിയിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് പാടാനോ പ്രാർത്ഥിക്കാനോ കൈയടിക്കാനോ കഴിയുന്ന തരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ദൈവത്താൽ നിങ്ങളൊന്ന് എടുക്കപ്പെടുന്ന രീതി ഉണ്ടാകണം. ഒരു പ്രവാചകന്റെ തലമുടിക്ക് പിടിച്ച ദൈവം എടുത്തുകൊണ്ട് പോയത് അല്ലേ? ഞാൻ അത്ഭുതപ്പെട്ടു. അങ്ങനെയും പ്രവാചകൻ പറയും, എന്തു കഷ്ടമെന്നറിയാം അതൊക്കെ. ഒരു പ്രവാചകന്റെ തലമുടിക്ക് പിടിച്ച് ദൈവം അവനെ എടുത്തു. ഞാൻ പറയും, അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ദൈവപ്രവൃത്തി ഉറപ്പായും നടക്കും. ഇന്ന് പകലിൽ ഈ ആരാധനയിൽ സ്തോത്രം, ഞാൻ വചനം പറഞ്ഞു തുടങ്ങിയതേ ഉള്ളെന്ന് എനിക്കറിയാം. ഈ ആരാധനയിൽ ദൈവം ചിലരെ നോക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? നിങ്ങളെ ഒന്ന് എടുക്കാൻ, നിങ്ങളെ ഒന്ന് ഉയർത്താൻ, നിങ്ങളുടെ ശുശ്രൂഷ വെളിപ്പെട്ടു വരാൻ, നിങ്ങളുടെ അധരത്തിലൂടെ അധികാരം സംഭവിക്കാൻ, നിങ്ങൾ പറയുന്ന വിഷയത്തിൽ ചില വിടുതലുകൾ നടക്കാൻ, നിങ്ങൾ പറയുന്നതിന് അപ്പുറത്ത് ഒരു പൈശാചിക ശക്തിയും ഇറങ്ങി പ്രവർത്തിക്കാതെ വണ്ണം ചിലതിനെ വിലക്കുവാൻ, ചിലതിനെ നടപ്പാക്കാൻ ഒരു മുദ്രമോതിരമായി ഉപയോഗിക്കപ്പെടണം. ഇന്നലെ പകൽ ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നപ്പം ദൈവമൻ ഒരു കൊച്ചു കാര്യം കാണിച്ചു കേട്ടോ. ഈ സഭയുടെ മേൽ നിലനിൽക്കുന്ന ചില ഇരുളിൻ്റെ നിഴൽ, ഇത് വളരാതിരിക്കാൻ ഇരുളിൻ്റെ നിഴലുകൾ കൊണ്ട് ആരാധനയിൽ അതിങ്ങനെ പതിയെ 2 സൈഡിലേക്കും മാറിപ്പോകുന്ന പോലൊരു കാഴ്ച ഞാൻ കണ്ടു. അത് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു. ഉറപ്പായും പറയട്ടെ, ഇതിനകത്ത് ചില വ്യക്തികൾ ഇരിപ്പുണ്ട്, മുദ്രമോതിരമാകേണ്ടവർ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവർ, ദൈവത്തിനായി ആളുകളെ ചേർത്ത് നിർത്തേണ്ടവർ, ദൈവസഭയോടും ദൈവദാസനോടും ചേർന്ന് പ്രവർത്തിക്കുവാനായി അഭിഷേകത്തോടെ മുമ്പോട്ട് വരേണ്ട ചില മുദ്രമോതിരങ്ങൾ ഇതിനകത്തിരിപ്പുണ്ട്. അവരെ കർത്താവ് ശക്തമായി ഉപയോഗിക്കും, ഉറപ്പാണ്. സെരുബാബേലിനോട് ഈ ഒരു ദൂത് ശക്തമായി ഹഗായി വിളിച്ചു പറയുക.
പ്രവചനം പറഞ്ഞതല്ലേ നടന്നോളും എന്ന് വിചാരിച്ച് താൻ ഇങ്ങനെ വെറുതെ അലസനായിരിക്കുകയായിരുന്നില്ല. താൻ ദൈവസന്നിധിയിൽ ശക്തിയോടുകൂടെ പ്രവർത്തന മണ്ഡലങ്ങളിലും ആരാധനാ മണ്ഡലങ്ങളും ശക്തമായി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് സെഖര്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിലേക്കൊന്ന് വരാം. അതിൻ്റെ മൂന്നാം അധ്യായത്തിലേക്ക് വരാം. 3-ന്റെ 4, 5, 6 വാക്യങ്ങൾ ഒരാൾക്കൊന്ന് വായിക്കാം. അവൻ തന്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കിൽ നിന്ന് നീക്കിക്കളവീൻ എന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകത്ത് നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കുമെന്ന് അരുളി ചെയ്തു. ജോഷുവ എന്ന ഒരു പുരോഹിതനും സെരുബാബേൽ എന്ന് പറയുന്ന ഒരു അധികാരമുള്ള ഭരണം നടത്തുന്ന ഒരുവനും, 2 ആളുകളാണ് അവിടുത്തെ 2 അഭിഷക്തന്മാരെന്ന് കാണുന്നത്. ജോഷുവ പുരോഹിതനായവൻ ആരാധനയ്ക്കായി പ്രധാനപ്പെട്ട സ്ഥലത്ത് വന്നു നിൽക്കുകയായിരുന്നു. അപ്പോൾ 2 ആളുകൾ അവിടെ വന്നു. ഒന്ന് സാത്താൻ അവിടെ വന്നു, 2 ഒരു ദൂതനും അവിടെ വന്നു. സാത്താൻ എന്തുവാ തിരഞ്ഞെന്നറിയാമോ? ജോഷുവയുടെ അടിമുടിയൊന്നും നോക്കി. എങ്ങനുണ്ട്? അടിമുടി നോക്കിയപ്പോൾ ജോഷുവയുടെ വസ്ത്രത്തിൽ ചില പാടുകൾ കാണാനായി. ഞാൻ പാസ്റ്ററോട് പറഞ്ഞായിരുന്നു, പാസ്റ്ററെ ഒരു ദൂതുണ്ട്, ഞാനത് പൊതുവിൽ പറയുമെന്ന്. യോശുവയുടെ വസ്ത്രത്തിൽ ചില പാടുകൾ ആര് കണ്ടു? സാത്താൻ കണ്ടു. ഞാനിങ്ങനെ മാറി ചിന്തിച്ച് എങ്ങനെയാണ് ഈ പാട് വന്നത്? അദ്ദേഹം ഏതായാലും ഒരുങ്ങി പള്ളി പോയ ആളാണ്. പിന്നെ എങ്ങനെയാണ് ഈ പാട് വന്നത്? വരാനൊരു കാരണമുണ്ട് കേട്ടോ. അവിടെ ആലയമാണ്, യാഗപീഠം, യാഗങ്ങൾ, എരിയുന്ന തീക്കൊള്ളികൾ, കത്തിരിച്ച് കളയേണ്ട ഈ കത്തുന്ന അതിൻ്റെ തിരികൾ, പുക, പൊടിപടലങ്ങൾ എന്നിവയിൽ ശുശ്രൂഷിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് എന്തറിയാമോ? അവൻ്റെ വസ്ത്രം മുഷിഞ്ഞുപോയി. ശുശ്രൂഷയാൽ മുഷിഞ്ഞുപോയ ചൊരനുഭവം. ആരെങ്കിലും പറഞ്ഞ വാക്കുകൾ നിമിത്തം, ചില വിഷയങ്ങൾ നിമിത്തം, ചില സങ്കടങ്ങൾ നിമിത്തം, ചില ബുദ്ധിമുട്ടുകൾ നിമിത്തം മുഷിഞ്ഞുപോയൊരനുഭവം. ദൈവജനം പറഞ്ഞു, ഞാനത് പൊതുവിലാണ് പറയുന്നത്, കാരണം വ്യക്തിപരമായിട്ടല്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ കുറ്റം പറയുന്ന പിശാച് നിന്ന് പറയുക, ദേ ആരാധനയ്ക്കല്ലേ നിൽക്കുന്നത്, മുഷിഞ്ഞൊരനുഭവം കാണുന്നല്ലോ. പക്ഷേ അവിടെ നിന്ന് ഇറക്കി വിടുകയല്ല, മറിച്ച് ദൈവം അതിനൊരു പരിഹാരം പറഞ്ഞു. പരിഹാരം എന്തെന്നറിയാം? ആദ്യം സാത്താനെ ശാസിക്കുകയാണ്. യഹോവ നിന്നെ ശാസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത് നിൽക്കുന്ന ദൂതൻ പറയുക, അവൻ്റെ മലിനത അവങ്കിൽ നിന്ന് നീക്കിക്കളവീൻ. അത് പാപമെന്നോ അകൃത്യമെന്നോ അർത്ഥത്തിലല്ല. ശുശ്രൂഷയിൽ വർഷങ്ങളായി മുന്നോട്ട് പോകുന്ന ദൈവദാസന്മാർക്ക് ആളുകൾ പറഞ്ഞ വാക്ക് നിമിത്തം, ചില ശുശ്രൂഷയുടെ അനുഭവങ്ങൾ നിമിത്തം, ചില സങ്കടങ്ങൾ നിമിത്തം മുഷിഞ്ഞു പോകുന്ന, ക്ഷീണിച്ചു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ അനുഭവങ്ങളെ മാറ്റി പുതുക്കിയ അനുഭവങ്ങൾ. വായിക്കുന്നത് ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം ഒന്ന് വായിക്കാമോ? അവനോട്, ഞാൻ നിന്റെ അകൃത്യത്തിൽ നിന്ന് പോക്കിയിരിക്കുന്നു, ഉത്സവ വസ്ത്രം ധരിപ്പിക്കും. ഞാൻ നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്ന് വെച്ചാൽ പാപപരിഹാരത്തിനായി, നീ ക്രമീകരണങ്ങൾക്കായി, ഒത്തൊരുമയ്ക്കായി കഷ്ടപ്പെട്ട് നടന്നതല്ലേ. പക്ഷെ ഇനിയും ഈ വസ്ത്രം മാറിയിട്ട് എന്താ വസ്ത്രം എന്നറിയാമോ? ഒത്തൊരുമയുടെ, ദൈവകൃപയുടെ, കൂട്ടമായി ആരാധിക്കുന്ന, ഉത്സവ പ്രതീതിയുള്ള ആരാധനകൾ ഈ ആലയത്തിനകത്ത് വെളിപ്പെട്ട് വരുമെന്നും സ്തോത്രം. അന്ന് ഉത്സവ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇതിനകത്ത് ആരാധനയുടെ മഹത്വങ്ങൾ കാണുമെന്നും ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ അതിനൊരു സ്തോത്രം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം എല്ലാവർക്കും. ഇത് അഭിഷക്തന്മാരാ 2 പേർ. ഈ പുരോഹിതനും ഈ അധികാരിയും 2 പേരും അഭിഷക്തന്മാരാണ്. നമ്മൾ പിന്നീട് വായിക്കുന്ന ഉത്സവവസ്ത്രം ധരിക്കും, ഞാൻ അവന്റെ തലയിൽ വെടിപ്പുള്ള ഒരു മുടി വയ്ക്കട്ടെ എന്ന് അവൻ കൽപ്പിച്ചു. വെടിപ്പുള്ള ഒരു മുടി വയ്ക്കട്ടെ. എന്താ കാര്യം എന്നറിയാമോ? ആ മുടി സ്ഥാനത്തെ, അധികാരങ്ങളെ, ദൈവിക ക്രമീകരണങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഒറ്റ വാക്കിൽ അങ്ങ് പറയാം. നിശ്ചയമായും ദൈവദാസനെ അങ്ങനെയുള്ള ചില ബഹുമാനങ്ങൾ, ചില ബഹുമതികൾ, എനിക്കറിയത്തില്ല എന്താണെന്ന് വചനം പറയുന്നു. ആ ബഹുമാനം
നമ്മുടെ തലമേൽ വരുമെന്ന് ദൈവം പറയുന്നു. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ സഭയ്ക്കകത്തും പുറത്തും വെളിപ്പെട്ടു വരേണ്ടതിന് ദൈവം തൻ്റെ ദാസനെ അഭിഷക്തനായി ഉപയോഗിക്കുമെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞാൽ സമ്മതിക്കുന്ന ദൈവസഭ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. സെരുബാബേൽ എന്ന ഈ ദൈവത്തിൻ്റെ ദാസൻ അഭിഷക്തനായിരുന്നു. അവനൊരു കെട്ടുപണിക്കാരനായിരുന്നു. പുരോഹിത ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്, അവർ പുരോഹിത ശുശ്രൂഷ ചെയ്യും. കെട്ടുപണി എന്നൊരു പരിപാടിയുണ്ട്. ഇഷ്ടിക വെച്ച് കെട്ടുപണി ചെയ്യുക. ആ ശുശ്രൂഷ ഇതിനകത്തിരിക്കുന്നവർ ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? സഭ കെട്ടുപണി ചെയ്യണം. എൻ്റെ ഒരു വാക്കുകൊണ്ട്, എൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട്, എൻ്റെ ഒരു പാട്ടുകൊണ്ട്, എൻ്റെ ഒരു ആരാധന കൊണ്ട് എങ്ങനെ ഒരു പുതിയ കട്ട, പുതിയൊരു ബ്രിക്ക്, പുതിയൊരു കല്ല് ഇതിനോട് ചേർന്ന് വരുമെന്നാണ് ചിന്തിക്കേണ്ടത്. എങ്ങനെ ഒരു കല്ല് എടുത്തു മാറ്റാമെന്നല്ല, എങ്ങനെ ഒരു കല്ല് ഇതിനോട് ചേർത്ത് വയ്ക്കാം. അതാണ് അഭിഷേകമുള്ള ബിൽഡറുടെ പ്രത്യേകത കേട്ടോ. അങ്ങനെ അഭിഷേകമുള്ളൊരു ബിൽഡറായിട്ട് അവൻ നിൽക്കുകയാണ്. ഈ സെഖര്യാവിൻ്റെ പുസ്തകം തന്നെ 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാണ്. 1:4. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ആയിത്തീരരുത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ദുർമാർഗങ്ങളെയും ദുഷ്പ്രവൃത്തികളെയും വിട്ടുതിരിവീൻ എന്നിങ്ങനെ പണ്ടത്തെ പ്രവാചകന്മാർ എൻ്റെ മനസ്സിനെ മതിച്ച ഒരു ചിന്തയാ. പണ്ടത്തെ പ്രവാചകന്മാർ എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രവാചകന്മാരുണ്ട്. അവരെന്തു പറയും? വിസ കാണുന്നു, നന്മ കാണുന്നു, ജോലി കാണുന്നു, സൗഖ്യം കാണുന്നു, വമ്പൻ പരിപാടികൾ കാണുന്നു. നല്ലതാ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പണ്ടത്തെ പ്രവാചകൻ എന്താ പറഞ്ഞെന്നറിയാമോ? സഹോദര, നിന്നിൽ ഞാൻ പാപം കാണുന്നു, നിന്നിൽ ഞാൻ കുഴപ്പം കാണുന്നു, നിന്റെ സംസാരം ശരിയല്ല, ജീവിതം ശരിയല്ല, പോക്കുവരവുകൾ ശരിയല്ല, കൂട്ടുകെട്ട് ശരിയല്ല. ഇതാ പണ്ടത്തെ പ്രവാചകൻ പറയുന്നേ. അത് കേൾക്കണം കേട്ടോ. ശാസന വന്നാൽ സഭ കൊള്ളില്ല എന്ന് പറയരുത്. ശാസനകൾ വരും, ചിലപ്പോൾ തർജ്ജനങ്ങൾ വന്നേക്കാം. ആത്മാവിൽ നിയോഗത്തോടുകൂടെ സ്തോത്രം, പണ്ടത്തെ ദൈവത്തിൻ്റെ പ്രവൃത്തിയും ശബ്ദവും അനുകരിക്കപ്പെട്ടും അത് ആവർത്തിക്കപ്പെട്ടും ശാസനയുടെയും ഗുണീകരണത്തിൻ്റെയും കൃപയുടെയും ഒരു ദൂത് വന്നാൽ ശിരസ വഹിച്ചത് ഏറ്റെടുക്കുമെങ്കിൽ ആ പ്രവചനത്തെ സ്വീകരിക്കുന്നവൻ നന്മയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് വരും. ഈ ജനം മുഴുവനും പ്രവാസത്തിൽ പോയ ജനമാണ്. വടക്കേ ദേശവും തെക്കേ ദേശവും പ്രവാസത്തിൽ പോയവരാ. പ്രവാസത്തിൽ പോയ കുറേ ആളുകൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഇവിടെ കഴിക്കാൻ ആഹാരവും ധരിക്കാൻ വസ്ത്രവും നന്മയുമെല്ലാം ഉണ്ട്, ഇവിടെ തന്നെ തുടരാം എന്ന് ചിന്തിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ചിന്ത അങ്ങനല്ല. അവർ മടങ്ങി വരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ജിയോഗ്രാഫിക്കലായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായൊരു മടങ്ങിവരവാണ് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചതെങ്കിൽ ഇന്ന് പകലിൽ ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആത്മീകമായൊരു മടങ്ങിവരവാണ്. കെട്ടുപണിയിലേക്കും അഭിഷേകത്തിലേക്കും കൃപയിലേക്കും വരണം കേട്ടോ. അങ്ങനെ അവർ പ്രവചനിക്കുന്നവരായി, പണ്ടത്തെ പ്രവാചകന്മാർ പറയുന്നത് കേട്ടവരായി മുന്നോട്ട് പോവുകയാണ്. 9:1 12:1 പറയുന്നു, പ്രവാചക നീ അവരോട് പ്രസംഗിച്ചു പറയേണ്ടതെന്നാൽ. നമുക്കൊക്കെ ചിലപ്പോൾ ഒരു സംശയം തോന്നും. പ്രവാചകനാണെന്ന് കേട്ടാൽ നമുക്കൊരു പ്രത്യേക സന്തോഷം അല്ലേ? എന്താ സന്തോഷം? ഇന്നൊരു ദൂത് കേൾക്കാം. പക്ഷേ സെഖര്യാവിനോട് ദൈവം പറയുന്നത്, നിന്റെ പ്രവചനം നീ എന്ത് ചെയ്യണം? പ്രസംഗിച്ചു പറയണം. അപ്പോൾ ശ്രദ്ധിച്ചോണം, പഴയ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. സെഖര്യാവിനോട് ദൈവം പറയുന്നത് നീ പ്രസംഗിച്ചു പറയണം. പ്രസംഗങ്ങൾ പ്രവചനങ്ങളാണ്. പ്രസംഗത്തിൽ പ്രവചനമുണ്ട്. ആ പ്രസംഗങ്ങൾ സ്വീകരിച്ചാൽ, അത് പ്രവചനമായി അകത്ത് സ്വീകരിച്ചാൽ അത് നമുക്ക് നന്മയും അനുഗ്രഹവുമായി മാറും. നിശ്ചയമായും അങ്ങനെ തന്നെയാണ്. ഈ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പം പണിക്കാരനായ ശുശ്രൂഷ ചെയ്യേണ്ടുന്ന സെരുബാബേലിൻ്റെ മുമ്പിൽ പണിക്ക് തടസ്സമായി ഒരു വമ്പൻ പർവ്വതം നിൽക്കുകയാണ്. പണിക്ക് തടസ്സമായി. ഉടനെ അവിടെ നമുക്കറിയാവുന്നൊരു വാക്യം അവിടെ ചോദിക്കുന്നുണ്ട്, സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ? ഇതാണ് ചോദ്യം. അഭിഷക്തൻ അങ്ങനെ ചോദിക്കാം, കൃപയുള്ളവന് ചോദിക്കാം, ദൈവം തിരഞ്ഞെടുത്തവന് ചോദിക്കാം, മുദ്രമോദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടവന് ചോദിക്കാം. അല്ലാത്തവന് ഈ പർവ്വതം കണ്ടിട്ട് എന്തു പറയും? ഇത് നടക്കുകയല്ല പാസ്റ്ററേ, ഇത് നടക്കുകയല്ല സ്നേഹിത എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, മുദ്രമോതിരമായി തിരഞ്ഞെടുക്കപ്പെട്ടവൻ, അഭിഷക്തനായവൻ
ആ ദൈവാലയത്തിൽ പൊന്നാളം പോലെ ഒഴുകുന്ന ഒലിവ് മരങ്ങളായി നിന്നവർ, അവൻ ധൈര്യത്തോടെ പറയുകയാണ്, സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആരെന്ന് ചോദിക്കുകയാണ്. ഇവർ ദൈവസ്ഥയിൽ നിൽക്കുന്ന 2 ഒലിവ് മരങ്ങളാണ്. അതിൻ്റെ പ്രത്യേകത, അതിൽ നിന്ന് ഈ വെർജിൻ ഒലിവ് ഓയിലൊക്കെ ആട്ടിയെടുക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് ഡയറക്റ്റ് എണ്ണ പകരപ്പെടുക ആലയത്തിലേക്ക്. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത് കേട്ടോ. ഇതിനകത്ത് വന്ന ഓരോ ആളുകളും അഭിഷേകം പ്രാപിച്ചവരും അഭിഷേകത്തിലേക്ക് ആളുകളെ നയിക്കുന്നവരുമായിരിക്കണം. ഈ 2 പേരും എന്തായിരുന്നു? ദൈവകൃപ പ്രാപിച്ചവരും അതിൽ നിലനിൽക്കുന്നവരും തങ്ങളിൽ നിന്ന് ഒരഭിഷേകം അടുത്ത ആളിലേക്ക് ഒഴുക്കി കൊടുക്കുന്നവരഭിഷക്തന്മാർ. അത് ശ്രദ്ധിക്കണം. അത് പാസ് ചെയ്തോളും എന്നല്ല, മറിച്ച് ഇതിനകത്തിരിക്കുന്ന ഓരോ ആളുകളും ഒഴുകുന്ന അഭിഷേകത്തിലേക്ക് വരണം. ചിലർ പറയും, പാസ്റ്റേ ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചതാ, അത് ഞങ്ങൾക്കറിയാം, മനസ്സിലങ്ങനെ തോന്നുന്നുണ്ട്. അന്യഭാഷ പറയാറുണ്ടോ? ഇല്ല, അതിൻ്റെ ഒന്നും കാര്യമില്ല. ഞങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ആത്മാവിനാൽ ഞങ്ങൾ പ്രചോദിക്കപ്പെട്ടവരായിട്ടല്ലേ സ്വീകരിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ ആത്മാവിനെ പ്രാപിച്ചവരാ. അല്ല കേട്ടോ, ഒരു ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് വെള്ളമുണ്ടെങ്കിൽ വെള്ളമുണ്ട്, വെള്ളമുള്ള ഗ്ലാസ്സാണ്, പക്ഷേ അത് നിറവുള്ള ഗ്ലാസ്സാണ്, പക്ഷേ കവിഞ്ഞൊഴുകുന്ന പാത്രങ്ങളായിട്ടാണ് മാറേണ്ടത്. ഞാനും നിങ്ങളും അങ്ങനെ ഒഴുകുന്ന അഭിഷേകമുള്ള അഭിഷക്തന്മാരായ 2 പേർ. അവർ പ്രവചിക്കാനും ശുശ്രൂഷിക്കാനും ആലയത്തിൻ്റെയും വളർച്ചയുടെയും മടങ്ങിവരവിൻ്റെയും തടസ്സമായി നിൽക്കുന്ന ഏത് മഹാപർവ്വതത്തെയും ആത്മാവിൽ വെല്ലുവിളിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, എന്തെന്നറിയാമോ? അവർ അതിന് കൃപ എന്ന് പറഞ്ഞുകൊണ്ട് ആണിക്കല്ല് കയറ്റും. ഇതിനകത്തേക്കുന്ന എല്ലാവരും ചേർന്ന് ഒരു 2 പ്രാവശ്യം ഒന്ന് കൃപ പറഞ്ഞേ. കൃപ വാ തുറന്നൊന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ. കൃപ. ഈ വാക്ക് ആണിക്കല്ല് പോലെ ചില പർവ്വതങ്ങളുടെ അടിയിൽ പതിയെ കയറാൻ തുടങ്ങുമ്പോൾ അത് ഇടിഞ്ഞു മാറുന്നു എന്നല്ല, അത് സമഭൂമിയായി മാറുകയാണ്. വേലയ്ക്ക് തടസ്സമായി, വിശുദ്ധിക്ക് തടസ്സമായി, അഭിഷേകത്തിന് തടസ്സമായി, ആത്മിക കെട്ടുപണികൾക്ക് തടസ്സമായി നിൽക്കുന്ന ഏതു പർവ്വതത്തെയും ഇല്ലാതാക്കാൻ ഞാനും നിങ്ങളും ആത്മാവിൽ പറയേണ്ട ഒരു വാക്കാണ് കൃപ എന്ന് വാക്ക് പറയണം. ഞാൻ പറയും, ആലയത്തിൽ വന്നിരുന്നിട്ടുണ്ടല്ലോ, തുടക്കത്തിലെ ഒരു 10 കൃപ പറഞ്ഞു നോക്കിക്കേ, ഒരു 10 സ്തോത്രം പറഞ്ഞു നോക്കിക്കേ, അവിടെ ആത്മിക ചലനങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ഒരു പാട്ട് പാടി തുടങ്ങുന്നതിന് മുമ്പ് അഭിഷേകം വ്യാപരിക്കും. ഞാനും ഒരു പാസ്റ്ററാണ്. ഞങ്ങൾ തുടങ്ങുമ്പോൾ എന്നറിയാമോ, ആദ്യം ഒരു കുഞ്ഞു പാട്ട് പാടും, ഒരു കൊച്ചു പാട്ട് പാടും. ഞാൻ ഗിറ്റാറൊക്കെ വായിക്കുന്ന ആളാണ്. ഞാൻ അത്യാവശ്യം ഗിറ്റാറൊക്കെ വായിച്ച് ഒരു കൊച്ചു പാട്ട് പാടും. പ്രാർത്ഥിച്ച് തുടങ്ങിയിട്ടില്ലെന്ന് ഓർക്കണം. ആ പാട്ട് ശാന്തമായി പാടിക്കൊണ്ടിരിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ ശബ്ദങ്ങൾ അവിടെ കേൾക്കാൻ തുടങ്ങും. ആരും ഒന്നും ചെയ്യുന്നതല്ല. അഭിഷേകം പ്രാപിച്ച അമ്മച്ചിമാരുണ്ട്, അഭിഷേകം പ്രാപിച്ച അപ്പച്ചന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവർ അഭിഷേകത്തിൽ സംസാരിക്കാൻ തുടങ്ങുക. അത് കണ്ടിട്ട് വെറുതെ ഇരിക്കുകയല്ല, ആളുകൾ പതിയെ ചേർന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങും. അതൊരു ആത്മീക ആരാധനയായിട്ട് അങ്ങോട്ടങ്ങ് മാറും. അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു കുഞ്ഞു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ ആരാധനയ്ക്കായി വന്നിരിക്കുന്നു, പാടാൻ ഞങ്ങളെ സഹായിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പിന്നെ ഞങ്ങൾ ചേർന്ന് പാടും. പക്ഷെ അതിനു മുമ്പ് എന്താ സംഭവിക്കുന്നറിയാമോ? അഭിഷേകമുള്ള ആളുകളുടെ ഒരു ബലം അങ്ങോട്ട് വ്യാപരിക്കും. അവിടെ ഒരു അമ്മ ആത്മാവിൽ സംസാരിക്കാൻ തുടങ്ങി, ഇവിടെ ഒരു അച്ചായൻ ആത്മാവിൽ സംസാരിക്കാൻ തുടങ്ങി, ഇവിടെ ഒരു ചെറുപ്പക്കാരി, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ അന്യഭാഷ പറയാൻ തുടങ്ങി. ആദ്യമൊക്കെ ആളുകൾ നോക്കിയിരിക്കുമായിരുന്നു ആരൊക്കെയാണ് പറയുന്നതെന്ന്. പിന്നെ അത് അറിഞ്ഞിട്ട് കാര്യമില്ലെന്നായപ്പോൾ ആളുകൾ പൊതുവെ സ്തോത്രം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു ആത്മീക ആരാധനയുടെ ആദ്യപടി അങ്ങോട്ട് തുടങ്ങിയിട്ടാണ് പിന്നെ പാട്ട് വരുന്നത്. സ്തോത്രം. ഞാൻ പറയും, അഭിഷേകം പ്രാപിച്ചവരായി, അഭിഷേകത്തിൽ നിലനിൽക്കുന്നവരായി, അഭിഷേകം പകരുന്നവരായി, ദൈവസ്ഥനെ നിൽക്കുന്ന പൊന്നാളങ്ങൾ പോലെയുള്ള നാളികളുള്ള ഒലിവ് മരങ്ങളായി, പച്ചപ്പുള്ളവരായി, അഭിഷേകമുള്ളവരായി, എണ്ണയുടെ അനുഭവമുള്ളവരായി ഞാനും നിങ്ങളും നിൽക്കണമെന്ന് ഇന്ന് പലകാലം പരിശുദ്ധാത്മാവ് ശക്തമായി പറയുകയാണ്. 10-ാം അധ്യായം നമുക്ക് സുപരിചിതമായ അധ്യായമാണ്. ഒരു പിന്മഴയെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്മഴ വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കും നമുക്കറിയാം. ഞാൻ അവിടെ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല, അത് പറയാൻ നേരമില്ല. പിന്മഴ വരുമ്പോൾ ഞാൻ വയലിലെ സകല സസ്യങ്ങൾക്ക് വേണ്ടി, ഇന്നലെ ഞാൻ വൈകിട്ട് നേരം പറഞ്ഞ കാര്യം, എല്ലാവർക്കും ദൈവം നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ് ഒന്ന് പറഞ്ഞത്. അതിലൊന്ന് ഇതൂടെയാണ്, സകല സസ്യത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ മഴ പെയ്യും, ദൈവം പെയ്യിക്കും. ഇസ്രായേലിൻ്റെ വയലേലകളിൽ ഇവിടെ ചിലപ്പം ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്,
വയലിൽ നല്ല കൃഷിയാണ്, പക്ഷെ അതിൻ്റെ 4 പാടുമുള്ള വരമ്പുകളിൽ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കും. അത്തിയോ മറ്റെന്തെങ്കിലും വലിയ കാര്യങ്ങളോ ഒക്കെ വെച്ച് പിടിപ്പിക്കും, തണലായി ഉപയോഗിക്കും. അവിടെയൊക്കെ യജമാനന്മാർ വന്ന് ഈ തണലിലിരിക്കും, ജോലിക്കാരെന്ത് ചെയ്യും? വയലിൽ വേല ചെയ്യും. പക്ഷേ ഈ വയലിൽ കൊച്ചു ചെടികളുണ്ട്. കൊച്ചു ചെടികൾ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഈ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അവരെല്ലാം എന്നെ കേട്ടിരിക്കുന്നത് എനിക്കിഷ്ടം. പക്ഷേ എല്ലാവർക്കും അത്രയും ക്ഷമയില്ല. പക്ഷേ കേട്ടോണേ, കുഞ്ഞു ചെടികളുണ്ട്, മുതിർന്നതുണ്ട്, ക്ഷമിക്കണേ, വരമ്പത്തിരിക്കുന്ന വമ്പൻ മരങ്ങളുമുണ്ട്. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ട് അങ്ങ് പുറകെ കേട്ടോ എല്ലാവരും. വരമ്പത്ത് നിൽക്കുന്ന വൻമരങ്ങൾ, അവർ ഈ കൊച്ചു കാറ്റൊന്നും അവർക്ക് കേൾക്കുകയില്ല. ഞാൻ ഈ കൺവെൻഷനൊക്കെ പാടാൻ പോകുന്ന ആളാണ്. ഉണർവ് വ്യാപരിക്കുന്ന ആദ്യത്തെ 4-5 ലൈനുകളിലാണ് അങ്ങനെയാണ് ഉണർവ് വ്യാപരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്താ? അതിൻ്റെ കാര്യം ഇതാണ്, ഉണർവുള്ളവർ മുമ്പോട്ട് വന്നിരിക്കും, അത്രയേ ഉള്ളൂ സോദരൻ. കേട്ടോണേ. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ വയലിൽ ചെറിയ ചെടികളുണ്ട്, ഇപ്പോൾ നട്ടതുണ്ട്, മുതിർന്നതുണ്ട്, ഫലം കായ്ക്കാറായതുണ്ട്. പക്ഷെ വരമ്പത്ത് വമ്പൻ മരങ്ങൾ നിൽപ്പുണ്ട്. പക്ഷേ പിന്മഴയുടെ കാലത്ത് ചെറുതും മുതിർന്നതും വലുതും വരമ്പത്തിരിക്കുന്നതുമായ സകല വൃക്ഷങ്ങളുടെ മേലും മരങ്ങളുടെ മേലും ദൈവത്തിൻ്റെ മാരി പെയ്തിറങ്ങും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നമുക്കൊരു സംശയം, സഭായോഗത്തിൽ സംഭവിക്കും. സഭായോഗത്തിൽ മിക്കവാറും പ്രോഗ്രാമുകളാണ്. കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം, വലിയവരുടെ പ്രോഗ്രാം, തിരുമേശ, സാക്ഷ്യം, ഇങ്ങനെ പ്രോഗ്രാമുകളാണ്. സഭായോഗത്തിൽ ഇത് സംഭവിക്കുമോ? സഭായോഗത്തിൽ സംഭവിക്കും. ഞാനൊരു കൊച്ചനുഭവം പെട്ടെന്ന് പറയാം, വാക്യത്തിലേക്ക് വരാം. ഞങ്ങളുടെ സഭയിലൊരു, ഇപ്പം ഇരിക്കുന്ന സഭയിൽ വേറൊരു സഭയിലാണ്, ഒരു കുടുംബം മുമ്പോട്ട് വന്നു. അവർ അഭിഷേകത്തിനായി ഒത്തിരി ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. കാത്തിരിപ്പ് യോഗം വരെ നടത്തി, വിശുദ്ധീകരണ യോഗം നടത്തി. ആ സഹോദരിക്ക് ആ അഭിഷേകം കിട്ടിയില്ല. അപ്പോൾ അവരതിലിങ്ങനെ ഭാരപ്പെട്ട് വിഷമിച്ചൊക്കെ നടക്കുക. ഒരു കൊച്ചു യോഗം, നമ്മുടെ വിശ്വാസയുടെ വീട്ടിൽ പോലും ഒരു പുതിയൊരു വീട്ടിലൊരു പ്രാർത്ഥന നടക്കുക. അവിടെ നമുക്കൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതോ ഒരു അപ്പച്ചൻ വന്ദനമേശു പരാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നീട്ടി അങ്ങോട്ട്. ഈ 3/4 പാട്ടുകാരറിയാം. 3/4 റിതം പറഞ്ഞാൽ വാട്സ് റിതം. ആ റിതം വിട്ടാൽ നമുക്ക് അഭിഷേകം ഉള്ള അഭിഷേകം കൂടെ പോകും. അതറിയാം. 4/4 6/8 പോലും ശരിയായില്ല. 4/4 ഞങ്ങൾക്ക് ഇടിച്ച് നിൽക്കുന്നത്. 3/4 അപ്പച്ചൻ വലിഞ്ഞൊരു പാട്ടങ്ങോട്ട് പാടി. ഞങ്ങൾ ഏതായാലും അപ്പച്ചൻ പാടിയില്ല, ഇപ്പോൾ കൂടെ പാടിയേ ഒക്കത്തുള്ളൂ, അല്ലെ നമുക്ക് സഭയിൽ ഇരിക്കണ്ടേ. ഞങ്ങൾ ചേർന്ന് പാടി. ഇന്നു നിൻ സന്നിധിയിൽ ചേർന്ന് അങ്ങോട്ട് പാടാൻ തുടങ്ങി. പാടി ഒരു 2-3 സ്റ്റാൻസാ കഴിഞ്ഞപ്പം ഒരു സഹോദരി അന്യഭാഷയിൽ സംസാരിക്കുന്നു. ഞാനിങ്ങനെ ഒന്ന് പാളി നോക്കി, ആരാന്നറിയണമല്ലോ, ഈ 3/4 അന്യഭാഷ പറയുന്നത്. നോക്കിയപ്പം ആ സഹോദരിയെ ദൈവം ആ യോഗത്തിൽ അഭിഷേകത്താൽ നിറച്ചു. ഞാൻ കൈവെക്കാനൊന്നും പോയില്ല, ഒരു ഉപദേശിയും പോയില്ല, ആരും ഇളകിയില്ല, കയ്യടി ഇങ്ങനെ വന്ദനമേശു ഈ പാടി. എന്തോ സംഭവിക്കും? ഒന്നും നമ്മൾ ധ്യാനഗാനമാണ്. ധ്യാനഗാനത്തിലും പിന്മഴ അയക്കാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ ഇന്ന് പകലിൽ ഈ യോഗത്തിന് വന്ന ഓരോ ദൈവമക്കളുടെ മേലും ഒരു പിന്മഴയുടെ അനുഭവം ദൈവം അയക്കുകയാണ്. ആത്മാവിൽ നിങ്ങൾ സ്വീകരിക്കണം, അഭിഷേകത്തെ ഏറ്റെടുക്കണം, കൃപയിൽ വർദ്ധിക്കണം. ഹല്ലേലൂയ. ഞാൻ സമയം ശ്രദ്ധിക്കുന്നുണ്ട്. ഈ 10:7 നിങ്ങളൊന്ന് വായിക്കണം. 10:7 ഈ സെക്രട്ടറിയാപ്രവചനം 10-7. എഫ്രൈമ്യർ വീരനെ പോലെയാകും. ശ്രദ്ധിക്കണം കേട്ടോ, എഫ്രൈമ്യർ വീരനെ പോലെയാകും. അടുത്തത്, അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്ന പോലെ സന്തോഷിക്കും. അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്ന പോലെ സന്തോഷിക്കും. അവരുടെ പുത്രന്മാർ അത് കണ്ട് സന്തോഷിക്കും. അവരുടെ പുത്രന്മാർ അത് കണ്ട് സന്തോഷിക്കും. അവരുടെ ഹൃദയം യഹോവയിൽ ഘോഷിച്ചാനന്ദിക്കും. പിന്മഴയുടെ അഭിഷേകം സഭയ്ക്കകത്തു വന്നാൽ എബ്രഹീമ്യർ അവരാരാന്ന് പ്രസംഗിക്കണം. 1 മണിക്കൂർ പാസ്റ്റർക്ക് തരാമെങ്കിൽ ഞാനത് പ്രസംഗിക്കും. പക്ഷെ പെട്ടെന്ന് പറഞ്ഞു പാസ്റ്റർ കൊക്കത്തില്ല, കാരണം യോഗം തീരണമല്ലോ. എബ്രഹീമ്യർ എങ്ങനെയാണ് സന്തോഷിക്കുന്നത്? വീരനെ പോലെയാകും. എന്ന് വെച്ചാൽ ആത്മിക വിഷയങ്ങളിൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഏത് വിഷയത്തെയും എന്ത് ചെയ്യുന്നറിയാമോ? ആത്മാവിൽ നേരിടും. അല്ലാതെ പെട്ടെന്ന് നാട്ടിലൊരു പ്രവാചകനുണ്ട്, നമ്പർ കാണുന്നില്ല, തപ്പി എടുത്തു, ഇല്ല അടുത്ത സഹോദരി വിളിച്ചിട്ട് അങ്ങനല്ല. അഭിഷേകമുള്ള നീ വീരനെ പോലെയാകണം. നിന്റെ മുമ്പിൽ ഒരു വിഷയം വന്നാൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വിഷയത്തിന്മേൽ ഞാനൊരു വിജയം അവകാശപ്പെടുമെന്ന് ആത്മാവിൽ പറയണം. വീരനെ പോലെയാകണം. അവരുടെ ഹൃദയം സന്തോഷിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? വീഞ്ഞുകൊണ്ടെന്നതുപോലെ.
അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ കണ്ടവർക്ക് തോന്നി ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നുവോ തോന്നും. പിന്മഴ വന്നാൽ പുതുവീഞ്ഞു പകരപ്പെടും. എബ്രേമ്യർ പുതുവീഞ്ഞു കുടിച്ചതുപോലെ, വീഞ്ഞു കുടിച്ചതുപോലെ സന്തോഷിക്കും. പിന്നെ അത് കണ്ടിട്ട് അവരുടെ പുത്രന്മാരത് കണ്ട് സന്തോഷിക്കും. എന്ന് വെച്ചാൽ, മക്കളെ നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഇപ്പം ഭാഷകൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ഇങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കി, കുനിഞ്ഞിരിക്കരുത്, കുനിഞ്ഞിരുന്ന വലിയ പ്രശ്നങ്ങളാണ്. ശ്രദ്ധിക്കണേ, ഭാഷകൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറകിൽ ഒരാൾ കൈയടിച്ച് നൃത്തം ചെയ്ത് ആരാധിക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ നിങ്ങളുടെ പപ്പായ. നിങ്ങൾക്ക് നാണം വരുമോ സന്തോഷം വരുമോ? അഭിഷേകം പ്രാപിച്ച കുഞ്ഞാതെ പറയോ, എൻ്റെ ദൈവമേ, എൻ്റെ അപ്പന് ദൈവം അഭിഷേകം കൊടുത്തല്ലോ. അപ്പൻ്റെ അഭിഷേകം കണ്ടിട്ട് ഈ മക്കൾ സന്തോഷിക്കണം. അല്ലാതെ വീട്ടിൽ വരുമ്പം അപ്പന സഭയിലൊന്ന് പറഞ്ഞു ഇവിടെ വേറൊന്നാന്നല്ലോ പറയുന്നതെന്നല്ല പറയേണ്ടേ. അപ്പൻ്റെ അഭിഷേകം കണ്ടിട്ട് ഈ മക്കൾ സന്തോഷിക്കണം. ഞാനൊരു വിദേശ രാജ്യത്ത് ഒരു സന്ദർശനത്തിന് ചെന്ന സമയം ഞാൻ കുവൈറ്റില്ല, രണ്ടാമൊന്ന് പോയി. അവിടെ സ്നാനത്തിനായി സഭ തീരുമാനിച്ചു. എന്നോട് പറഞ്ഞു പാസ്റ്റർ സ്നാനപ്പെടുത്തും. ഞാൻ പറഞ്ഞു ലോക്കൽ പാസ്റ്റർ സ്നാനപ്പെടുത്തും. ഞാൻ സ്നാനപ്പെടുത്തുന്ന സമയത്ത് ഒരു ക്ലാസ് എടുത്തവർക്ക്, ആ ക്ലാസ്സിൽ ഇതുവരെ എങ്ങും പറയാത്തൊരു വാക്ക് ഞാനൊന്നവിടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ട് കയറി വരുമ്പോൾ അല്ലേ, നമ്മളവരെ സ്വീകരിച്ച് കൊണ്ടുവന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരുമേശമൊക്കെ എടുത്ത് ആ സന്തോഷമായി വരുമ്പം നമ്മളെല്ലാം എന്ത് ചെയ്യുന്നറിയാം, അവർക്ക് എന്ന് കൈ കൊടുക്കും. കൈ കൊടുത്തിട്ട് എന്തോ പറയും? പ്രൈസ് ദ ലോർഡ്. ഞാൻ പറഞ്ഞു, ആ പ്രൈസ് ദ ലോർഡ് പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഇങ്ങനൂടെ പറയണം, മോനെ എന്നെപ്പോലെ ജീവിച്ചോണം, മോളെ എന്നെപ്പോലെ ജീവിച്ചോണമെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ക്രമപ്പെടുത്തണമെന്ന് പരിശുദ്ധമായ ദൂത് പറഞ്ഞു കേട്ടോ. സ്നാനപ്പെടുന്ന 2 പെൺകുഞ്ഞുങ്ങളെന്നും ഉണ്ടായിരുന്നു. ആ പെൺകുഞ്ഞുങ്ങളുടെ അപ്പൻ കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റു, പാസ്റ്ററേ എനിക്കത് പറയാൻ കഴിഞ്ഞു. ഞാൻ തീരുമാനിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആദ്യം ആ സഹോദരന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചു, പിന്നെ ആ കൊച്ചുങ്ങളെ സ്ഥാനപ്പെടുത്തി. ഞാൻ പറയാം, അപ്പന്മാർ അഭിഷേകം പ്രാപിക്കണം. അപ്പന്മാർ ഈ പിന്മഴയുടെ അനുഭവം പ്രാപിക്കണം. യോഗം തീരുമ്പോൾ വല്ല ജാതിയും പെട്ടെന്ന് ദീർഘഭാഷ പോകണം എന്ന് പറഞ്ഞിരിക്കാനല്ല. ഞാൻ സഭായോഗം നീളട്ടെ, കുഴപ്പമില്ല. പക്ഷേ സഭായോഗത്തിൽ അഭിഷേകം പ്രാപിക്കണം. പ്രാപിച്ച് അഭിഷേകം നാവിലൂടെ പുറത്തു വരണം. അത് ദൈവശക്തിയായി വെളിപ്പെട്ടു വരണം. നിങ്ങളുടെ അഭിഷേകം കണ്ടിട്ട് ഈ കുഞ്ഞുങ്ങൾ സന്തോഷിക്കട്ടെ. നിങ്ങളുടെ ആത്മിക പക്വത കണ്ടിട്ട് ഈ കുഞ്ഞുങ്ങൾ സന്തോഷിക്കട്ടെ. അടുത്തത്, അവരുടെ ഹൃദയം യഹോവയിൽ സന്തോഷിക്കും. ഭൗതികമായി സന്തോഷിക്കാൻ ഒത്തിരി കാര്യം ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ട്, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ദൈവത്തിൽ സന്തോഷിക്കണം. ഈ എബ്രഹീമിൻ്റെ കുഴപ്പങ്ങൾ ഒന്നിനോട് പറയാം, എനിക്കറിയാം. പക്ഷേ 5 മിനിറ്റ് ഉണ്ടോ? ഹോശയ 4:17 വായിച്ചേ. ഹോശയ 4:17 അതിൽ പറഞ്ഞു നിർത്താം. ബുക്ക് ഓഫ് ഹോശയ ചാപ്റ്റർ 4:17. എബ്രഹീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു. ശ്രദ്ധിക്കണേ, അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് ഇവന് ചില കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു കൂട്ടുകെട്ട്? തിന്മയുടെ കൂട്ടുകെട്ട്, ദോഷത്തിൻ്റെ കൂട്ടുകെട്ട്, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട്. ഫ്രണ്ട്ഷിപ്പ് ഇൻ വാട്ട് സെൻസ്? ഏതർത്ഥത്തിലാത്? പ്രാർത്ഥിക്കാൻ ഒരുത്തനെ വിളിച്ചാൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചോണം. എബ്രഹീം വിഗ്രഹത്തിൻ്റെ കൂട്ടാളിയായിരുന്നു. 2 അടുത്ത വായിച്ചോ. അവനെ വിട്ടുകളഞ്ഞേക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞ പ്രവചനത്തിൽ പറയുക, എബ്രഹീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാണ്, വിട്ടുകള. അടുത്തത്, അവന് മദ്യപാനമുണ്ട്, പരസംഗമുണ്ട്. ചെറുക്കെ പറയാം, ഇല്ലെങ്കിൽ ചുമന്ന ലൈറ്റ് കത്തും. പരസംഗമുണ്ട്. അടുത്തത് അവൻ്റെ പ്രഭുക്കന്മാർ മാനാപമാനം തിരിച്ചറിയാതെ സംസാരിക്കുക. ദൈവസഭയ്ക്കകത്തായാലും പുറത്തായാലും ദൈവത്തിന് ഇല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക, മദ്യപിക്കുക. ഒരു ഇന്നാളൊരുത്തൻ എന്നെ കാനഡയിൽ നിന്ന് വിളിച്ചു, പാസ്റ്റർ ഒരു സ്വല്പം ബിയർ കഴിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? നല്ലൊരു ഡോസ് കൊടുത്തു, സന്തോഷമായിരിക്കും. ഇപ്പം നാട്ടിൽ വരും, എന്നെ കാണാൻ വരും. ശ്രദ്ധിക്കണേ, എബ്രഹീം വിഗ്രഹങ്ങളുടെ കൂട്ടാളി, മദ്യപിക്കുന്നവൻ, പരസംഗം ചെയ്യുന്നവൻ, ലജ്ജയിൽ ഇഷ്ടപ്പെടുന്നവൻ. അതായിരുന്നു അന്നത്തെ അവൻ്റെ സ്റ്റേറ്റസ്. പക്ഷേ പിന്മഴ വന്നപ്പം, ഞാൻ ചൂണ്ടിയൊന്നും പറയുന്നില്ല, പിന്മഴ വന്നപ്പം അവൻ്റെ സ്ഥിതിക്ക് ഭേദം വന്നു കേട്ടോ. അവൻ ചില കൂട്ടുകെട്ടുകൾ വിട്ടുകളഞ്ഞു,
ചില ശീലങ്ങൾ വിട്ടുകളഞ്ഞു. പണ്ടവൻ മദ്യം വെച്ചിട്ട് ആരാടാ എന്നൊക്കെയാണ് ചോദിച്ചതെങ്കിൽ ഇന്നവൻ പുതുവീഞ്ഞു കുടിച്ചിട്ട് അന്യഭാഷ പറയുന്നവനായി മാറി. എബ്രാഹിം ആരാന്നറിയാമോ? ദൈവത്തിൻ്റെ ജനമാ, ഒരൊറ്റ രാജ്യമായി ദൈവം ആക്കിയ രാജ്യമാ. പക്ഷെ രാജാക്കന്മാർ ഭരിച്ചപ്പോൾ രണ്ടായി. പിന്നത്തേതിൽ ദൈവം അവരെ വാക്യങ്ങൾ ഞാൻ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട്, ഇതൊന്നും പറയാൻ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ പറയുക, ഇവരെ ഒന്നാക്കാനാണ് ദൈവം പ്രവർത്തിച്ചത്. അവിടെ ഇവരെ ഒന്നാക്കാൻ എബ്രഹീമിനെയും യഹൂദയെയും ഒന്നിച്ചു കൊണ്ടുപോകണമെങ്കിൽ അഭിഷേകത്തിൻ്റെ പിന്മഴ പെയ്തേ മതിയാവുകയുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. മദ്യപിച്ച് നടന്നവൻ, വിഗ്രഹങ്ങളുടെ കൂട്ടാളിയായവൻ, പരസംഗം ചെയ്യുന്നവൻ, ലജ്ജയിൽ ഇഷ്ടപ്പെടുന്നവൻ, അവസ്ഥയ്ക്ക് ഭേദം വരണോ? പിന്മഴയുടെ അഭിഷേകം അകത്ത് പ്രാപിക്കാതെ പോകരുത് കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു സംശയം, ഇത് ഈ യോഗത്തിൽ ഇനി 5 മിനിറ്റോടെ പാസ്റ്റർക്കുള്ളൂ. ഈ 5 മിനിറ്റ് കൊണ്ട് എന്ത് സംഭവിക്കാനാ? സംഭവിക്കും. എബ്രാഹിമിൻ്റെ കാര്യം കുറേ പറയാനുണ്ട് കേട്ടോ. അത് ഈ വാക്യങ്ങളെല്ലാം പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകും. എങ്കിലും ഈ അവസ്ഥയ്ക്ക് ദൈവം ഭേദം വരുത്തുന്നതാണ് 10:7 നമ്മൾ വായിച്ചത് അല്ലേ? 10:7 ഒന്ന് വായിക്കാമോ? അത് വായിച്ചു. വീരനെ പോലെയാകും, അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്ന പോലെ സന്തോഷിക്കും, പുതുവീഞ്ഞ് എന്നുകൊണ്ട് പോലെ സന്തോഷിക്കും. അവരുടെ പുത്രന്മാർ അത് കണ്ട് സന്തോഷിക്കും. അവരുടെ ഹൃദയം യഹോവയിൽ ഘോഷിച്ച് ആനന്ദിക്കും. ദുഷ്ടത പിടിച്ച, ദോഷം പിടിച്ച ഒരു 10-12 അവസ്ഥകൾ എബ്രാഹിമിനെ കുറിച്ച് ഹോശേയ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ വായിക്കണം. അത്രയും കുഴപ്പം സംഭവിച്ച ഒരു സമൂഹത്തിന് മാറ്റം വരുത്താൻ ദൈവം കൊടുത്ത പരിഹാരമാണ് പിന്മഴയുടെ അനുഭവം. പിന്മഴയുടെ അനുഭവം അത് പ്രാപിക്കാതെ ഒരാൾക്കും സ്വഭാവങ്ങളെ വിട്ടുകളയാൻ കഴിയുകയില്ല, കൂട്ടുകെട്ടുകളെ വിട്ടുകളയാൻ കഴിയുകയില്ല, പാപത്തെ വിട്ടുകളയാൻ കഴിയുകയില്ല, ചില ദോഷങ്ങളെ വിട്ടുകളയാൻ കഴിയുകയില്ല. അവസ്ഥയ്ക്ക് മാറ്റം വരണോ? അഭിഷേകം പ്രാപിക്കണം. വച്ചാ അവസ്ഥയ്ക്ക് ഭേദം വരണമോ? അഭിഷേകം പ്രാപിക്കണം. ചില കെട്ടുകൾ അഴിയണോ? അഭിഷേകം പ്രാപിക്കണം. ഇന്നലെ രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് അല്പസമയം ഒന്ന് ആരാധിച്ചതാ. ചില കുഞ്ഞുങ്ങളെ കർത്താവ് നിറച്ചു, ചിലരെ കർത്താവ് തൊട്ടു. പ്രായമുള്ള പലരും അഭിഷേകത്തിൻ്റെ ബലത്തോടെ ആരാധിച്ചു. ഒരു 5 മിനിറ്റ് മുമ്പിലുണ്ട്. എൻ്റെ പ്രസംഗം എങ്ങും ആയിട്ടില്ല, ഞാനങ്ങ് നിർത്തുക അല്ലേ? എന്നാലും സമയം കുഴപ്പമില്ല. അത് ഞാൻ എങ്കിലും എല്ലാത്തിനും ഒരു ഭംഗിയുണ്ടല്ലോ. ഒറ്റ വാക്കിൽ ചില കാര്യങ്ങൾ പറയാം. എബ്രാഹിം തൻ്റെ വ്യാധിയും മുറിവും കണ്ടപ്പോൾ അശൂരിൽ ചെന്ന് ആശ്രയിച്ചു. 5:13 ഹോശേയ. കുറ്റം ഏറ്റുപറയാത്ത ഒരാളായി അവൻ കഴിയുക. വാക്യം 15, 5:15. അവൻ കുറ്റം ഉണ്ടെന്നറിയാം, പക്ഷെ കുറ്റം ഏറ്റുപറയുകയല്ല. എബ്രാഹിമിൻ്റെ പ്രശ്നങ്ങളാണ്. 6:4 നിങ്ങളുടെ വാത്സല്യം പ്രഭാതത്തിലെ മഞ്ഞു പോലെ. എന്ന് വെച്ചാൽ കാര്യം കാണാൻ വേണ്ടി ഭയങ്കര പ്രാർത്ഥനയും ആരാധനയുമാണ്. കാര്യം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അയാളെ പള്ളി കാണുകയല്ല. എഫ്രൈമാ. പ്രഭാതത്തിലെ മേഘം, രാവിലെ എന്ന് എഴുന്നേറ്റപ്പോൾ നല്ല മേഘമൊക്കെ എന്നെ പോകുന്നു കണ്ടു. ചില യോഗത്തിന് ഇറങ്ങിയപ്പം കുഴപ്പമൊന്നുമില്ല, കാറ്റും മാത്രമേ ഉള്ളൂ. വാക്യം 11, 7:8 വായിക്കാമോ? വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോവാം. എബ്രാഹിം ജാതികളോട് ഇലകടന്നിരിക്കുന്നു, മറിച്ചിടാത്ത ദോശയാന്ന് വെച്ചാൽ ദോശ ഉണ്ടാക്കും പക്ഷേ കഴിക്കാൻ കൊള്ളുകയില്ല. ചില അമ്മമാർ ഫോൺ വിളിച്ചിരിക്കുമ്പോൾ ദോശ കരിയത്തില്ലേ, അതുപോലെ വീട്ടുകാരനെ കൊടുക്കാൻ കൊള്ളത്തില്ല. ദോശയാ. പള്ളി വന്നിട്ടുണ്ട്, വേണേലൊരു കൈ അടിക്കും, പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ദൈവത്തിനും മനുഷ്യർക്കും ഉപയോഗമില്ലാത്ത പരിപാടിയിൽ ഇരിക്കുക, മറിച്ചിടാത്ത ദോശ. അടുത്തത് എബ്രാഹിം പൊട്ടപ്രാവ് പോലെ, ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെയാ. അവൻ മിസ്രയീമിനെ വിളിക്കുകയും അശൂരിലേക്ക് പോവുകയും ചെയ്യുന്നു. 8:11 പാപപരിഹാരത്തിനായി അനേകം യാഗപീഠങ്ങളെ ഉണ്ടാക്കി. ഇതൊക്കെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കേണ്ടതാ, നേരമില്ല. 9:8 അവൻ ദൈവത്തിൻ്റെ നേരെ പതിയിരിക്കുക. എന്ന് വെച്ചാൽ ഈ ദൈവാലോചനയെ നമുക്ക് എങ്ങനെ മറിക്കാം, ഈ കാര്യം നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ദൈവത്തിന് നേരെ പതിയിരിക്കുന്നു. അടുത്ത് മോനെ എന്നേക്കാൾ കുറച്ച് കാര്യം പറയല്ലോ മക്കളെ, മോനെ എന്നേക്കാൾ ഉറക്കെ കാര്യം പറയല്ലോ, കേട്ടിരുന്നു കേട്ടോ. അപ്പം 12:1 അവൻ എബ്രാഹിം കാറ്റിൽ ഇഷ്ടപ്പെട്ട് കിഴക്കൻ കാറ്റിനെ പിന്തുടരുന്നു, ഭോഷ്കും ശൂന്യതയും വർദ്ധിപ്പിക്കുന്നു, അശൂരിനോട് ഉടമ്പടി ചെയ്യുന്നു, മിസ്രൈമിലേക്ക് എണ്ണ കൊടുത്തയക്കുന്നു. വ്യാഖ്യാനിച്ച് പ്രസംഗിക്കേണ്ടതാ.
പക്ഷേ 12:8 എബ്രായർ പറയുക, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു, എൻ്റെ സകല പ്രയത്നങ്ങളിലും പാപമായി യാതൊരു അകൃത്യവും എന്നിൽ ഒരു പ്രവാചകനും, ബ്രാക്കറ്റില്ല, ഒരു പ്രവാചകനും കണ്ടെത്തുകയില്ല. ഇതാണ് എബ്രായീമിൻ്റെ രീതി. ഞാൻ സമ്പന്നനായിരിക്കുന്നു അല്ലേ? ഞാനൊരു പാശ്ചാത്യ നാട്ടിലാണ് നിൽക്കുന്നതെന്നറിയാം, അത്യാവശ്യം ജീവിക്കാനുള്ള കാശ് നിങ്ങളെ കൊണ്ടെന്നറിയാം. അതുകൊണ്ട് കുറ്റം പറഞ്ഞ ഭാഷ എന്നോട് വഴക്കിന് വരരുത്. എബ്രായീമിൻ്റെ രീതി പറയുകയാണ്, എന്തൊരഭിഷേകം, ജീവിക്കാൻ കാശുണ്ട്, യാത്ര ചെയ്യാൻ വാഹനമുണ്ട്, ഇപ്പം നാട്ടിൽ പോകണമെന്ന് ചോദിച്ചാലും ടിക്കറ്റ് എടുക്കാൻ കാശുണ്ട്, പിന്നെ എന്തൊരഭിഷേകം? അല്ല സഹോദരങ്ങളെ, അഭിഷേകം വേണം. ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ധനം കിട്ടിയിരിക്കുന്നു, സാലറിയുടെ ഇൻക്രിമെൻറ്റ് വർദ്ധിച്ചിരിക്കുന്നു, പ്രൊമോഷൻസ് ഇത് ബൈബിളിലില്ല കേട്ടോ, പ്രൊമോഷൻസ് കിട്ടിയിരിക്കുന്നു, ഇതെല്ലാം കിട്ടി. ഇനിയും ഞാൻ എന്ത് ചെയ്താലും അത് പാപമായിട്ട് എനിക്ക് തോന്നുകയുമില്ല. പാപമാണെന്ന് ഇവിടുത്തെ ലോക്കൽ പാസ്റ്റർ പോലും തെളിയിക്കാനും ഒക്കത്തില്ല. അതാ പറഞ്ഞിരിക്കുന്നത്. അല്ല പ്രവാചകൻ പറഞ്ഞിട്ട്, കഴിഞ്ഞ പ്രാവശ്യം വന്ന പ്രവാചകൻ നിങ്ങളോടൊക്കെ ദൂത് പറഞ്ഞു, എന്നോട് പറഞ്ഞില്ലല്ലോ. ഇതാണ് എവ്രി സ്തോത്രം. ഒരു സ്തോത്രം പറഞ്ഞേ. നിങ്ങൾക്കെല്ലാം വിഷമമായെന്ന് എനിക്കറിയാം. ഇച്ചിരി വിഷമിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, വിഷമിച്ചെങ്കിലേ ശരിയാകത്തുള്ളല്ലോ. ശ്രദ്ധിക്കണേ, ഇതാണ് എബ്രായീം. ആ എബ്രായീമിൻ്റെ സ്ഥിതി മാറ്റണമെങ്കിൽ പിന്മഴ നമ്മുടെ മേൽ പെയ്യണം. അതേത് മരത്തിനു വേണ്ടിയും, ഏത് ചെടിക്ക് വേണ്ടിയും, ഏത് സസ്യത്തിന് വേണ്ടിയും ദൈവം മാരിയായി പെയ്ച്ചു കൊടുക്കും. എങ്ങനെയാണ് പെയ്യുന്നത്? നമ്മൾ ഇടിച്ച് തിമിർത്ത് സൂപ്പർ പെയ്ത്ത് പെയ്യും. ആ പെയ്ത്ത് പെയ്യാതെ എബ്രായീമിൻ്റെ ഈ അനുഭവങ്ങൾ മാറത്തില്ല. മാറിയാലോ അവൻ വീഞ്ഞുകൊണ്ടെന്നതുപോലെ സന്തോഷിക്കും, അവൻ വീരനെ പോലെയാകും. ഹല്ലേലൂയ. അവൻ്റെ മക്കൾ അവൻ്റെ സ്ഥിതി കൊണ്ട് സന്തോഷിക്കാൻ തുടങ്ങും. അവർ യഹോവയിൽ ആനന്ദിക്കും. ഞാൻ ഇത്ര പറഞ്ഞ് നിർത്തുക. ഇനി ഞാൻ ചോദിക്കട്ടെ, നമുക്കൊന്ന് സന്തോഷിക്കണ്ടേ? പാസ്റ്റർ വന്നു, ആ പുള്ളി പഠിച്ചൊരു പ്രസംഗം പറഞ്ഞു, അടുത്തത് തിരുമേശയാണെങ്കിൽ നടത്തണം, പാസ്റ്റർ പോകാൻ നേരമായി എന്നുള്ള ചിന്തയിൽ ഇരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ പോകാൻ നേരമായിട്ടില്ല. ആശുപത്രി ICU റൂമിൻ്റെ മുമ്പിൽ എത്ര നാൾ പോയി നിന്നതാ? ഞാൻ പോവാന്ന് പറഞ്ഞു, പോയോ? ഇല്ല. നമ്മുടെ ബന്ധുവിൻ്റെ പേർ വിളിക്കുമ്പം നമ്മളവിടെ കാണാൻ പോവുകയല്ല, പോകാൻ ഒക്കത്തില്ല. കാരണം ഏത് മരുന്നിനാണ് കുറിക്കുന്നതെന്ന് അറിയത്തില്ല. ആശുപത്രിക്കാർക്ക് വലിയ ഉത്തരവാദിത്വമില്ല. ഉത്തരവാദിത്വമുള്ളവൻ അതിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. ബസ് കാത്ത് നിൽക്കുന്നവൻ ബസ് താമസിച്ച് എന്നാൽ പിന്നെ ഇന്ന് പോകുന്നില്ല, വീട്ടിൽ പോകത്തില്ല, അവൻ അടുത്ത ബസ് പിടിക്കും, അല്ലെങ്കിൽ ഓട്ടോ പിടിക്കും. ആവശ്യക്കാരനാണ് പലയിടത്തും കാര്യങ്ങൾ നേടുന്നതെങ്കിൽ ഇന്ന് ഈ സഭായോഗത്തിന് വന്ന എല്ലാ ദൈവമക്കളോടും നിങ്ങളുടെ ഒരു മൂത്ത സഹോദരനെ പോലെയോ അല്ലെങ്കിൽ ഒരു ഇളയ സഹോദരനെ പോലെയോ ഞാൻ ആത്മാവിൽ പറയുന്നു, ഇന്ന് പകലിൽ ആ വീഞ്ഞിൻ്റെ അനുഭവം കർത്താവേ എൻ്റെ മേൽ തരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ മതി. ഗിറ്റാറും കീബോർഡും ഒന്നും വേണ്ട, ഒരു പാട്ടും വേണ്ട. എല്ലാവരും കണ്ണുകളെ നടക്കാമോ? എല്ലാവരും കണ്ണ് നടക്കാമോ? കണ്ണടച്ചാൽ മതി. അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ ആരാധിക്കാൻ തുടങ്ങും. അന്യഭാഷ പറയണം. ഇല്ല, let us speak in other tongues. അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ. അല്ലാത്ത ആളുകൾ എന്തു പറയും? അതൊരു വിഷയമല്ലേ? അല്ലാത്ത ആളുകൾ എന്തു പറയും? അല്ലാത്ത ആളുകൾ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അതെന്തിനാ ആശ്രയം ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് എൻ്റെ പാപം പോക്കിയത്. യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് പിശാചിനെ ജയിച്ചത്. യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് എൻ്റെ പാപബന്ധനം അഴിച്ചത്. യേശുക്രിസ്തുവിന്റെ രക്തമാണ് പിശാചിനെ ഇന്നും ജയിക്കുന്നത്. അവർ ദൈവവചനം നിമിത്തവും കുഞ്ഞാടിന്റെ രക്തം നിമിത്തവും പിശാചിനെ ജയിച്ചെന്ന് പറഞ്ഞാൽ, ഇന്ന് പല നിങ്ങൾ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ ഏതെങ്കിലും പിശാചിന്റെ അവകാശവാദങ്ങൾ നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ ആ കെട്ടുകൾ ഇന്ന് പകൽക്കാലം അഴിയാൻ തുടങ്ങും. യെസ്, ആത്മാവിൽ പ്രാർത്ഥിച്ച കുഞ്ഞുങ്ങളൊക്കെ കണ്ണടച്ചിരുന്ന മോനെ, ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ചിരുന്നു പാട്ട് പാടിക്കണം. കർത്താവിനെ സ്തുതിക്കുക. ക്ലോസ് യുവർ ഐസ്. പ്രാർത്ഥിച്ചു. ആത്മാവിൽ പ്രാർത്ഥിച്ചു. കർത്താവ് ചിലരുടെ മേലെ അഭിഷേകം പകരട്ടെ. ആരും കൈവയ്ക്കാൻ അങ്ങോട്ട് വരുന്നില്ല. ഇന്ന് മുതൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം നിങ്ങളുടെ തലമേൽ. യെസ്,